जयो राधा माधवा जयो कुंज बिहारी जयो राधा माधवा जयो कुंज बिहारी जय गोपीजन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी जय गोपीजन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी जयो यशोदानंदना जयो व्रजनरंजना जयो यशोदानंदना जयो व्रजनरंजना जयो यमुना तीरवनचारी जयो कुंज बिहारी जयो यमुना तीरवनचारी जयो कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा कृष्णा हरे जयो जगन्नाथ जयो जगन्नाथ बलदेवा जय सुभद्रमणि जयो जगन्नाथ जयो जगन्नाथ बलदेवा जय सुभद्रमणि जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरांगा जय गौरांगा गौरांगा जय गौरांगा जय गौरांगा जय गौरांगा गौरांगा जय गौरांगा जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय प्रभुपाद प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव जय जय गुरुदेव 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 जय जय हरिनाम संकीर्तन महायज्ञ की जय श्रीमद् भागवतम श्रीमद् भगवद्गीता पठन यज्ञ की जय श्रीला प्रभुपाद की जय श्री गुरुदेव की जय गौर ब्रह्मानंदे हरि हरि बोल हरे कृष्ण नमो भगवते वासुदेवाय
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ പ്രഭു സാൻ മാതാജി. ഭഗവാന്റെ കൃപാ കടാശം കൊണ്ട് ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ശരിയല്ലേ? 30-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശക്നമോവസ്താതും, ശരി പറയും. ശക്നമ്യാവസ്താദോ ഭ്രമാതിവാച മേ മനഃ. ഭ്രമാതിവാച മേ മനഃ. നിമിത്താനി ച പശ്യാമി. നിമിത്താനി ച പശ്യാമി. വിപരീതാനി കേശവ. വിപരീതാനി കേശവ. ന ച ശക്നോമ്യവസ്ഥാതോ. ന ച ശക്നോമ്യവസ്ഥാതോ ഭ്രമീതിവാച മേ മനഃ. ഭ്രമതിവാച മേ മനഃ. നിമിത്താനി ച പശ്യാമി. നിമിത്താനി ച പശ്യാമി. വിപരീതാനി കേശവ. വിപരീതാനി കേശവ. ന ച ശക്നോമവസ്ഥാതോ ഭ്രമാതിവാച മേ മനഃ. നിമിത്താനി ച പശ്യാമി. വിപരീതാനി കേശവ. ന ച ശക്നോമ്യവസ്ഥാതോ ഭ്രമാതിവാച മേ മനഃ. നിമിത്താനി ച പശ്യാമി. വിപരീതാനി കേശവ. ഇനി ഒരു ഡ്യൂട്ടി വേണം. ആരെങ്കിലും ഒരാൾ. ന ച ശക്നോമ്യവസ്ഥാതോ ഭ്രമാതിവാച മേ മനഃ. നിമിത്താനി ച പശ്യാമി. വിപരീതാനി കേശവ. ഒരാൾ കൂടെ. ന ച ശക്നോമ്യവസ്ഥാതോ ഭ്രമാതിവാച മേ മനഃ. നിമിത്താനി ച പശ്യാമി. വിപരീതാനി കേശവ. വെരി ഗുഡ്. അവസ്ഥാതും ച, നിൽക്കാനും. ന ശക്നോമി, ഞാൻ ശക്തനാകുന്നില്ല. മേ മനഃ, എന്റെ മനസ്സ്. ഭ്രമതിച്ചയവ, ഇളകിക്കൊണ്ടിരിക്കുന്നത് പോലെയും തോന്നുന്നു. കേശവ, കേശിയെ വധിച്ചവനെ കൃഷ്ണ. വിപരീതാനി, അശുഭങ്ങളായ. നിമിത്താനി ച, ശകുനങ്ങളും. പശ്യാമി,
ഞാൻ കാണുന്നു. കേട്ടു പറയാ, അർജുനനാണ് ഇത് പറയുന്നത് കേട്ടോ. അർജുനൻ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു. മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. അല്ലയോ കൃഷ്ണ, കേശവ, കേശി എന്ന അസുരനെ വധിച്ചവൻ, ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത്. ഭാവാർത്ഥം എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വികാര വിക്ഷോഭത്തിൽ അർജുനന് യുദ്ധരംഗത്ത് നിൽക്കാനാവാതെയായി. മനോദൗർലഭ്യം കൊണ്ട് ആത്മവിസ്മൃതിയോളമെത്തി. ഭൗതിക വിഷയങ്ങളിലുള്ള അമിതമായ ആസക്തി മനുഷ്യനെ അമ്പരപ്പിക്കുന്ന ഒരു വിഷമസ്ഥിതിയിലാണ് എത്തിക്കുക. ഭയം, ധോതിയാഭിനിവേശ. ഭാഗവതം 11:2-37. ഭൗതിക പരിതസ്ഥിതികളാൽ അത്യന്തം സ്വാധീനിക്കപ്പെട്ടവരിലാണ് ഇത്തരത്തിലുള്ള ഭയപ്പാടും മാനസിക വിഭ്രമവും കണ്ടുവരുന്നത്. യുദ്ധരംഗത്തിൽ ഭാവി വിപത്തിനെ മാത്രമേ അർജുനൻ കണ്ടുള്ളൂ. ശത്രുക്കളെ ജയിച്ചാൽ പോലും തനിക്ക് സന്തോഷിക്കാൻ ആവില്ല. സാരഗർഭമായൊന്നാണ് ഇവിടെ നിമിത്താനി, വിപരീതാനി എന്നീ വാക്കുകൾ. തന്റെ പ്രതീക്ഷകളെ എല്ലാം നിഷ്ഫലമാകുമ്പോൾ അയാൾ ഞാൻ എന്തിന് ഇവിടെ നിൽക്കുന്നു എന്ന് ചിന്തിച്ചു പോകുന്നു. എല്ലാവർക്കും സ്വന്തം കാര്യത്തിലും ക്ഷേമത്തിലുമാണ് താല്പര്യം, പരമാത്മാവിലല്ല. കൃഷ്ണന്റെ ഇച്ഛ അനുസാരണം അർജുനൻ തന്റെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതായ സ്വാർത്ഥ താല്പര്യങ്ങളിലുള്ള അജ്ഞത പ്രകടിപ്പിക്കുന്നു. യഥാർത്ഥമായ സ്വാർത്ഥ താല്പര്യം വിഷ്ണുവിൽ അഥവാ കൃഷ്ണനിലാണ് നിലകൊള്ളുന്നത്. ബദ്ധനായ ജീവാത്മാവ് ഇത് മറക്കുകയും തന്മൂലം ഭൗതിക ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിൽ നേടുന്ന വിജയം തനിക്ക് ദുഃഖത്തിനെ വഴിവെക്കൂ എന്ന് അർജുനൻ വിചാരിച്ചു. ഓം തത്സത്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ ഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഗഗണ ലളിത ശ്രീ വിശാഖ നിതാം ച. ഹേ കൃഷ്ണ കരുണ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത ഗോരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷാഭാനു സുതേ ദേവി പ്രണമാമി ഹരി പ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനേ ഗൗരീശേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. വഞ്ചകൽപതരൂപച്ഛ കൃപാസിന്ധുവേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രശ്നായ ബോധലേ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമി ഇതി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമ ഓം വിശുദ്ധായ കൃഷ്ണപ്രഷ്ടായ ശ്രീമതേ മഹാവിഷ്ണു സാഹിബിന നമാമി മൂർധന്യ ചരണാരവിന്ദേ ശ്രീ ഭാഗവതപതി സമേതസേ പ്രചാരണേ ലോകതാരണേ ശ്രീ മഹാവിഷ്ണു ഹരേ കൃഷ്ണ. വളരെ സന്തോഷമുണ്ട്. ഭഗവാന്റെ കൃപ കൊണ്ട് ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാം അധ്യായം 30-ാമത്തെ ശ്ലോകം ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമുക്കിവിടെ നടത്താൻ പറ്റിയില്ലേ ക്ലാസ്? വളരെ സങ്കടമുണ്ട്. എന്നാൽ ഇന്ന് വീണ്ടും നടത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇന്നത്തെ ശ്ലോകം നമ്മുടെ ജീവിതത്തിനെ സ്പർശിക്കുന്ന ശ്ലോകമാണ്. എന്താണ് അതിനർത്ഥം? 1-ാം അധ്യായം 30-ാം ശ്ലോകത്തില് പറയുന്നത് ഇങ്ങനെയാണ്. ഭഗവാനോട് അർജുനൻ പറയുകയാണ്, എനിക്ക് ഇപ്പോൾ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല, ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു, മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. അല്ലയോ കൃഷ്ണ, കേശവ, കേശി എന്ന അസുരനെ ഹനിച്ചവനെ, ദൗർഭാഗ്യ ലക്ഷണമാണ് ഞാൻ എമ്പാടും കാണുന്നത്. ഇതാണ് പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഇഷ്ടം പോലെ, അതേ ഉള്ളൂ. അതായത് ഇതിനെക്കുറിച്ച് 2-3 ആംഗിളിൽ നമുക്ക് പറയാം. ശരീരശക്തി എത്ര ഉണ്ടെങ്കിലും മനഃശക്തി ഇല്ല നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? നമ്മുടെ ശരീരശക്തി നല്ല സ്ട്രോങ് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആണുങ്ങൾക്ക് ശരീരശക്തി കൂടുതലാണോ മനഃശക്തി കൂടുതലാണോ? ആണുങ്ങൾ വളരെ ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട് വളരെ പാവമാണ്. പെണ്ണുങ്ങളെ സോഫ്റ്റ് ആയിട്ടുള്ള ശരീരത്തിനെ വരച്ച വരയിൽ നിർത്തും. അപ്പോ എല്ലാ പുരുഷന്മാരായനല്ലേ അല്ലേ? സമ്മതിച്ചു. പക്ഷെ മനക്കട്ടി പെണ്ണുങ്ങൾ കൂടുതലാണ്. സത്യമാണ്, ഒരു സംശയം വേണ്ട. അങ്ങനെ ഒരിടത്തും കാണപ്പെടുന്നില്ല കേട്ടോ. അല്ല, അപ്പോ ചോദ്യം ഇതാണ്, ശരീരശക്തി എത്ര വലുതാണെങ്കിലും മനഃശക്തി ഇല്ല എങ്കിൽ ആ ശരീരം ശക്തി കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന നിഗമനത്തിൽ നമുക്ക് എത്താം, അല്ലേ? അതുകൊണ്ട് പെണ്ണുങ്ങള് ആണുങ്ങളെ വരച്ച വരയിൽ നിർത്താൻ മാനസികമായി തളർത്തിക്കളയും. ശരിയാണോ? കാരണം ശരീരശക്തി ഉണ്ട്. പക്ഷെ ഈ ശരീരശക്തിയുള്ള ആള് ശരീരം കൊണ്ട് ഉപദ്രവിക്കാതിരിക്കാൻ നാക്കുകൊണ്ട് അവരെ മാനസികമായിട്ട് തകർത്തണം. അതോടെ അദ്ദേഹം ശരീരശക്തി ഉള്ളതെല്ലാം മറന്ന് തളർന്ന് ഇരുന്നോളും. ഇതാണ് അല്ല, ഇത് ഈ കഥ പറയുമ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. പ്രേരക ശക്തി സ്ത്രീകളാണ്. പക്ഷേ മഹാഭാരതവും രാമായണവും അല്ലേ? മഹാഭാരതവും രാമായണവും ഉണ്ട് അല്ലേ? ഈ രണ്ടിന്റെ അടിയുടെ ബേസ് എന്തെന്ന് ചോദിച്ചാൽ സ്ത്രീകൾ ഉണ്ടാക്കി വെച്ച ഇഷ്യൂസ് ആണ്. അവിടെ മൊത്തം ആടിയും കൊലപാതകം എല്ലാം നടന്നത്. രാമായണം ആയാലും അതെ, മഹാഭാരതം ആയാലും അതെ, അല്ലേ? ഇനി അതിന് നമ്മളായിട്ട് മാറ്റം വരുത്താൻ നിൽക്കണ്ട. ഇതിങ്ങനെ നടക്കൂ, ഇതിന് മാറ്റം വരുത്താൻ നിൽക്കണ്ട. ഇത് അങ്ങ് സമ്മതിക്കുക, അത്രയോ. ഞാൻ സിനിമ പറയുന്നത്, ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് വെച്ചാല്, നമ്മുടെ ശക്തി ശരീരത്തിന് എത്ര ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ ആ ശരീരശക്തി ഒലിച്ചു പോകും. ശരിയല്ലേ? ഇതാണ് ഞാൻ പറയാൻ ആലങ്കാരികമായി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങളെ കൂടുതൽ ലേഡീസ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ, മാതാജീസ് ആണല്ലോ ഹിയറിങ്ങിനെ കൂടുതൽ ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് പറഞ്ഞു നോക്കി, അത്രയേ ഉള്ളൂ. പണ്ട് PSC എക്സാം മാത്രം ഉണ്ടായിരുന്നു. അത് പാസ്സായ ഉടനെ ജോലി കിട്ടും.
ഇപ്പോ അതിന്റെ കൂടെ എന്തും കൂടെ ഉണ്ട്, ഒരു ഇന്റർവ്യൂ കൂടെ ഉണ്ട്. ആണോ? അത് PSC കോച്ചിങ്ങിന് പോയവർക്ക് അറിയാം. അതല്ല, ഇന്റർവ്യൂ ആയിട്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോയാലും പണ്ട് ടെസ്റ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇന്റർവ്യൂ മസ്റ്റാണ്. എന്താണ് അതിൽ അവർ അളക്കുന്നത്? റിട്ടൺ ടെസ്റ്റിന് അവർ അളക്കുന്നത് നിങ്ങൾ ഇന്റലിജന്റ് ആണ്. എന്താ? നിങ്ങൾ എത്രത്തോളം ഇന്റലിജന്റ് ആണെന്നാണ് റിട്ടൺ ടെസ്റ്റിൽ അളക്കുന്നത്. എന്നാൽ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അളക്കുന്നത് നിങ്ങൾ ഇമോഷണലി നിങ്ങൾ എങ്ങനെയാണ്. എങ്ങനെ നമുക്ക് ആധുനിക യുഗത്തിൽ ഈ മനുഷ്യന്റെ തലച്ചോറിനെ അളക്കാൻ വേണ്ടി ശാസ്ത്രജ്ഞന്മാർ അതിനെ പഠന വിധേയമാക്കി. അതിന്റെ ഭാഗമായി അവർ പറഞ്ഞു IQ ഉണ്ടോ, EQ ഉണ്ടോ എന്നൊക്കെയാണ് അവർ ചിന്തിച്ചത്. അങ്ങനെ IQ ടെസ്റ്റ് ചെയ്യാനാണ് പണ്ട് PSC കോച്ചിങ് അതിനൊക്കെ പോയി അവസാനം ടെസ്റ്റ് നടത്തുന്നത്. IQ ടെസ്റ്റ് ചെയ്യാനാണ്. നിങ്ങൾ ഇന്റലിജന്റ് എത്രത്തോളം, ഇന്റലിജന്റ് കോഷ്യന്റ് എന്നാണ് IQന്റെ ഫുൾ ഫോം. അപ്പോൾ മനുഷ്യ തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ് IQ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഏതൊരു ടെസ്റ്റ് എഴുതി ഒരു ജോലിക്ക് കയറ്റുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ IQ പരിശോധിക്കാനാണ് ആ ടെസ്റ്റ്. എന്നാൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ EQ പരിശോധിക്കാനാണ്. ഇമോഷണൽ കോഷ്യന്റ് എന്നാണ് EQന്റെ ഫുൾ ഫോം. എന്താ? EQ, ഇമോഷണൽ കോഷ്യന്റ്. നിങ്ങളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് EQ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? IQവിന് മാർക്ക് നോക്കിയപ്പോ ഒരേ ക്ലാസ് റൂമിൽ എഴുതിയ എല്ലാവർക്കും 100ന് 100 മാർക്ക്, നല്ല ഇന്റലിജൻസ് ആണ്. പക്ഷെ ആ ഇന്റലിജന്റ് 100 മാർക്ക് ഉണ്ടെങ്കിലും EQവിൽ അവർക്ക് വ്യത്യാസം ഉണ്ടാകും. സിറ്റുവേഷൻ വരുമ്പോൾ അവര് വിഷയം ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ അവരുടെ ഇമോഷൻ അതിനകത്ത് കയറി വരും. അപ്പൊ ഇമോഷൻ കൺട്രോൾ ചെയ്യേണ്ട ഇടത്ത് കൺട്രോൾ ചെയ്ത് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തവർക്ക് മാത്രമേ ആ സിറ്റുവേഷനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് മാനേജ്മെന്റിനെ സമ്മതിക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഇയാളുടെ ഇമോഷനെ അവര് അളക്കാൻ നോക്കും. അപ്പോ IQ അല്പം കുറഞ്ഞു പോയാൽ EQ നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അന്നും ഇന്നും എന്നും ഈ സമൂഹത്തിന് ആവശ്യം. ശരിയാണ്? മനസ്സിലായോ? അതായത് IQ അല്പം കുറവാണ്, 100ന് 80 മാർക്കേ ഉള്ളൂ. എന്നാൽ EQ പരിശോധിച്ചപ്പോൾ 100ന് 100 മാർക്ക് ഉണ്ടെങ്കിൽ മാനേജ്മെന്റ് ആരെയായിരിക്കും സെലക്ട് ചെയ്യുന്നത് ഇന്റർവ്യൂവിന്? EQ കുറച്ച് കൂടുതലുള്ള ആളിനെ സെലക്ട് ചെയ്യും. കാരണം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അയാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. അതാണ് വിഷയം. 120 IQ ഉണ്ട്, EQ 80 ഉള്ളൂ. അങ്ങനെയുള്ള ആളിനെ എടുക്കൂല. കാരണം അയാള് ഉപകാരത്തിനേക്കാൾ ഉപദ്രവം ഉണ്ടാക്കി. മനസ്സിലായോ? എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഉദാഹരണത്തിന്, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വിട്ടാല് ആൾക്കാർ അത് ഹാൻഡിൽ ചെയ്യുന്നത് വെട്ടൊന്നേ തുണ്ട് രണ്ടേന്നായിരിക്കും. അതാരാണ്? IQ കൂടുതലുള്ള ആളാണ്. EQ ഉള്ള ആളെന്നറിയാമോ? സിറ്റുവേഷൻ വരുമ്പോ അവർ പറയുന്നതെല്ലാം കേട്ടിട്ട് അങ്ങനെയാണോ എന്ന് നോക്കും. എന്നിട്ട് മറ്റേ സൈഡും കൂടെ കേൾക്കും. അങ്ങനെയാണോ എന്ന് നോക്കും. അപ്പൊ ഈ രണ്ട് പക്ഷവും വിചാരിക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ഈ ആൾ ആരുടെ പക്ഷമെന്ന് വിചാരിക്കും? പറയുന്ന ആളുടെ പക്ഷമാണെന്ന് രണ്ടുപേരും വിചാരിക്കുന്നത്. മനസ്സിലായി? അപ്പൊ രണ്ടുപേരും ഇയാൾ പറയുന്ന ഡിസിഷൻ അംഗീകരിക്കും. മനസ്സിലായി? അത് കാരണം നല്ല EQ ഉള്ളതിന്റെ തെളിവാണ്. ഇന്ന് ഈ ലോകത്തിൽ നിങ്ങൾ കാണപ്പെടുന്ന സമസ്ത മേഖലയിലുമുള്ള ലീഡേഴ്സ് എല്ലാം നല്ല EQ ഉള്ള ആൾക്കാരാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല EQ, ഇന്റലിജന്റ് ആണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിനേക്കാൾ ഒരു പടി കൂടുതൽ അവർ ഇമോഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കും, പ്രതികരിക്കാൻ പാടില്ലാത്ത സമയത്ത് ചുപ്പന്നിരുന്നളയും. നമുക്ക് പറ്റൂല. പറ്റോ? നമുക്ക് വലിയ പാടാണ്. നമുക്ക് ദേഷ്യം വന്നാൽ അയാളെ വലിച്ചു കീറണം. ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് ചില സമയത്ത് EQ ഉപയോഗിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ചെയ്യണം, ചാടി കളിക്കാൻ പാടില്ല. അങ്ങനെ ഇമോഷണല് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സ്കില്ല് ജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ അതുണ്ടോ? ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ അതുണ്ടോ? ചോദ്യം. ഉണ്ടോ? ഇല്ല. അതിന് കാരണം എന്താ? ഇമോഷനെ നമ്മള് കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം. കാരണം ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. എൻജോയ്. ഒറ്റ ലൈഫേ ഉള്ളൂ, എൻജോയ്. ഇത് എന്താണ് പറയുന്നത്? ഇമോഷനെ നിയന്ത്രിക്കാനാണോ പറയുന്നത്? കയറൂരി വിടാനാണോ പറയുന്നത്? ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എല്ലാവർക്കും എൻജോയ് ചെയ്യാം. പകരം എന്താണ്? ഒരു 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 റൂമിനകത്ത് മൊത്തം പട്ടികളാണെന്ന് വെച്ചോ. ഒരു റൂമിനകത്ത് മൊത്തം പട്ടികളാണ്. അതിന്റെ ഇമോഷൻ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതെന്ത് ചെയ്യും? കുരയ്ക്കും. ഒരു റൂം മുഴുവനും പട്ടികൾ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിനർത്ഥം ആ റൂമിനകത്തുള്ള എല്ലാ പട്ടികളും കുരയ്ക്കുന്നു എന്നർത്ഥം. അപ്പൊ ആ സമൂഹം എങ്ങനെ ഇരിക്കും? ഡിസ്റ്റർബ്ഡായി ആണല്ലോ. ഡിസ്റ്റർബ്ഡായി ആണല്ലോ. ഇതാണ് ഇമോഷനെ അവരവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള പ്രശ്നം. അവര് ഇമോഷൻ വെളിയിലോട്ട് കാണും. ഇത് മറ്റുള്ളവർക്ക് അരോചകമാണ്. അവരും തിരിച്ചു കാണും. അപ്പൊ ഇങ്ങോട്ടും അങ്ങോട്ടും അടി പിടിയും എല്ലാം ഉണ്ടാവുന്നത് അവരവരുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? സർവ്വകാരണം എന്ന് നോക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നത്തിന്റെയും കാരണം എന്ന് പുറകോട്ട് നോക്കുമ്പോൾ പലരുടെയും ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് ഇത്രയും വലിയ ഇഷ്യൂസ് സമൂഹത്തിൽ ഉണ്ടാവും. ഉദാഹരണത്തിന് ഹിറ്റ്ലറിന്റെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ ഹിറ്റ്ലറിന് പറ്റിയിരുന്നു എങ്കിൽ 2ാം ലോക മഹായുദ്ധം ഉണ്ടാവൂലായിരുന്നു. ശരിയല്ലേ? ഈ ലോക ലീഡർമാർക്ക് അവരുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നു എങ്കിൽ അമാർ വെട്ടടാ കുത്തടാ എന്ന് പറയൂലായിരുന്നു. ശരിയല്ലേ? ആ ഇമോഷൻ അവരുടെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ ലോകത്തിന് വലിയൊരു 1ാം വേൾഡ് വാറും 2ാം വേൾഡ് വാറും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നു. അത് എത്ര പേർക്ക് ദോഷങ്ങളുണ്ടായി. ഒരാളുടെ ഇമോഷൻ, അതായത് തലപ്പത്തുള്ള ആളുടെ ഇമോഷൻ മസ്റ്റായിട്ട് കൺട്രോൾ ചെയ്യപ്പെടണം. അവരായിട്ട് ഈ ലോകം ഭരിക്കേണ്ടത്. എന്നാൽ ലീഡറിന് ആ ഇമോഷനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ല എങ്കിൽ ആ രാജ്യം നശിക്കുമോ ഇല്ലയോ? ലോകം നശിക്കുമോ ഇല്ലയോ? അവരുടെ രാജ്യം മാത്രമല്ല നശിച്ചത്, പകരം മറ്റുള്ള രാജ്യം നശിച്ചു ആണല്ലോ. അപ്പോ അങ്ങനെയാണെങ്കിൽ വേൾഡിലുള്ള ലീഡർമാർക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റണമോ വേണ്ടയോ? എങ്കിൽ ഒരു ഇന്റർവ്യൂ ബോർഡിൽ നിൽക്കുന്ന ആള് ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാളിനെ ആ സ്ഥാപനത്തിൽ എടുത്ത് ആ സ്ഥാപനത്തിനെ നശിപ്പിക്കാൻ നോക്കോ, ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളിനെ എടുത്ത് ആ സ്ഥാപനത്തെ നന്നാക്കാൻ നോക്കോ? പറയൂ. മനസ്സിലായി? അതാണ് ഇന്റർവ്യൂ കൊണ്ട് EQ അളക്കുകയാണ് അതിന്റെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്തിലെ ലീഡറിന് ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ രാജ്യത്തിനെ നശിപ്പിക്കും, അടുത്തുള്ള രാജ്യത്തിനെ നശിപ്പിക്കും, വേൾഡ് വാർ ഉണ്ടാക്കി വയ്ക്കും എന്ന് പറയുകയാണെങ്കിൽ, ഓക്കെ, ഒരു സംസ്ഥാനത്തിലെ ലീഡറിന് ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ സംസ്ഥാനത്തിന് നശിപ്പിക്കും, അടുത്ത ചുറ്റുമുള്ള സംസ്ഥാനത്തിന് നശിപ്പിക്കും ആണല്ലോ. അത് തന്നെ അല്ലേ ഒരു എന്താ പറയാ, ഒരു കോർപ്പറേഷൻ പരിധിയിലുള്ള തലപ്പത്തുള്ള ഒരാളിന് ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിനെ നശിപ്പിക്കും, അടുത്ത നഗരത്തിനെ നശിപ്പിക്കും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബനാഥന്റെ ഇമോഷനെ സ്വന്തമായിട്ട് ഇമോഷനെ മാനേജ് ചെയ്യാൻ ആ കുടുംബനാഥന് കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം ആ വീട്ടിൽ മാത്രമല്ല ഉപദ്രവം ഉണ്ടാക്കുന്നത്, അയൽപ്പക്കാരുടെ വീട്ടിലും കുറച്ചൊക്കെ ഉപദ്രവം ഉണ്ടാക്കുമെന്ന് നമ്മൾ സമ്മതിക്കൂടും. എങ്കിൽ ആ വീട്ടിൽ ആണുങ്ങൾ മോശമല്ല കേട്ടോ, എല്ലാ പ്രശ്നക്കാരും തന്നെ. അപ്പൊ ഒരേ വീട്ടിനകത്ത് അഞ്ച് വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ വ്യക്തിത്വവും അവരവരുടെ സ്വന്തം ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം സ്വയമേയും ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. തൊട്ടടുത്തുള്ള അതേ വീട്ടിലുള്ള മറ്റൊരാളിനെ ഉപദ്രവം ഉണ്ടാക്കുന്നുള്ളത് സത്യമല്ലേ? ഇവിടെ ഇപ്പൊ അർജുനന് സ്വയമേ ഡിസ്റ്റർബ്ഡ് ആണ് അല്ലേ? ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്വയമേ ഡിസ്റ്റർബ്ഡ് ആണല്ലോ. അത് അദ്ദേഹം പറയുന്നു, എന്റെ തല ചുറ്റി കറങ്ങുന്നുണ്ട്, എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറച്ചു നിൽക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ സ്വയമേ ഡിസ്റ്റർബ് ആവുന്നുള്ളത് വ്യക്തം. അതിന്റെ പരിണിത ഫലം അടുത്തുള്ളവരെയും ഉപദ്രവിക്കും. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പൊ ഇമോഷനെ സ്വയമായിട്ട് കൺട്രോൾ ചെയ്യുന്ന വ്യക്തിക്ക് സ്വയമേയും കൺട്രോൾ ചെയ്യാൻ കഴിയും, മറ്റുള്ളവരെയും സഹായിക്കാൻ കഴിയും എന്നും കൂടെ അതിനർത്ഥം ഇല്ലേ? ഇതാണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് തിരിച്ചു പോവാം. സ്വയമേ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആളിന് സ്വയമേയും തീരുമാനമെടുക്കാൻ കഴിയും, മറ്റുള്ളവരെയും തീരുമാനമെടുക്കാൻ സഹായിക്കാൻ പറ്റും. ശരിയല്ലേ? ഒരു ഗൃഹനാഥന് നല്ല രീതിയിൽ സ്വയമേ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും മാനേജ് ചെയ്യാൻ പറ്റും, തൊട്ടടുത്തുള്ള കുടുംബക്കാർക്കും ഒരു മാതൃകാ പുരുഷനായി നിൽക്കാൻ പറ്റും. ശരിയല്ലേ? സഹായിക്കാൻ പറ്റും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിനെ ഭരിക്കുന്ന ഒരു ഭരണാധികാരിക്ക് സ്വയമേ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിനെയും നന്നായി സഹായിക്കാൻ പറ്റും, തൊട്ട് അയൽപ്പക്കത്തുള്ള ഡിസ്ട്രിക്റ്റിനെയും സഹായിക്കാൻ പറ്റും. ശരിയല്ലേ? അതുപോലെ അല്ലേ സംസ്ഥാനത്തിലെ അധിപതികൾ, അതുപോലെ തന്നെ രാജ്യത്തിലെ അധിപതികൾ സ്വയമേയും കൺട്രോൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അടുത്തുള്ള രാജ്യത്തിനെയും ലോകത്തിനെയും നന്നായി ഹാൻഡിൽ ചെയ്യാൻ കഴിയും, സഹായിക്കാൻ കഴിയും, മാതൃകയായിട്ടിരിക്കാൻ കഴിയും. ആണോ അല്ലയോ? അത്രയും. അപ്പൊ ഇതെല്ലാം തുടങ്ങി വയ്ക്കുന്നത് എവിടെ നിന്നാണ്? മനസ്സിൽ നിന്നുമാണ് ഇതെല്ലാം. മനസ്സിലായി? ഭൗതിക ക്ലാസ്സിൽ വന്നപ്പോ നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങളാണ് പറയണമെന്ന് പിടികിട്ടിയില്ലേ? അല്ലേ? ശരിയല്ലേ? അത്രേ ഉള്ളൂ.
ഭൗതികതയെ നമ്മുടെ ലൈഫിനെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ അർജുനനെ പറയുകയാണ്, എനിക്കിപ്പോ ഒന്നും നേരിച്ചവ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഇവിടെ അർജുനൻ എത്തുന്നതിന് മുമ്പ് 13 വർഷം ഹോംവർക്ക് ചെയ്തിട്ടാണ് യുദ്ധത്തിന് വന്നിരിക്കുന്നത്. എന്താണ് ഈ 13 വർഷത്തെ ഹോംവർക്ക്? യുദ്ധം ചെയ്യാൻ വരിക എന്നതിന് മുമ്പ് യുദ്ധം വരാൻ പോകുന്നു എന്ന് എപ്പോഴേ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റി? 12 വർഷം വനവാസം, 1 വർഷം അജ്ഞാതവാസം. അപ്പോ ഈ ആദ്യമായിട്ട് ഇവരുടെ എല്ലാം പിടിച്ചു പറിച്ച് ഇവരെ തള്ളി പിടിച്ച് എവിടെ എറിഞ്ഞു? വനവാസത്തിലേക്ക് എറിഞ്ഞ അന്ന് തന്നെ ഉറപ്പായി കഴിഞ്ഞു എന്താണ്? തിരിച്ചു വന്ന ഇവര് മാന്യമര്യാദയ്ക്ക് നമുക്ക് അർഹതപ്പെട്ട സ്ഥലം തരൂല, അപ്പൊ ഒരു യുദ്ധത്തില് ഇത് പോവൂ എന്ന് എന്നേ മനസ്സിലായി. ഒരു വേഴവട്ട കാലവും അല്ലാതെ 1 വർഷവും, ഒരു വേഴവട്ട കാലം 12 വർഷം അല്ലാതെ 1 വർഷവും ഇതിനു വേണ്ടി മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്ത വ്യക്തിക്ക് പോലും അത്രയും വർഷം അവർ കാത്തിരുന്നു ഈ യുദ്ധത്തിന് വേണ്ടി. ആണല്ലയോ? 12 വർഷം കാത്തിരുന്നു യുദ്ധത്തിന് വേണ്ടി. കാരണം ഇത് യുദ്ധം നടക്കണമെങ്കിൽ 12 വർഷം കഴിഞ്ഞ് അജ്ഞാതവാസം കഴിഞ്ഞ് ഇവരെന്ത് ചോദിക്കണം? രാജ്യം ചോദിക്കണം. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ യുദ്ധത്തിന് ഉള്ള വിഷയം അവിടെ സംജാതമാകുന്നു. അപ്പൊ അത്രയും വർഷം അവർ കാത്തിരുന്ന് വന്ന ഒരു യുദ്ധമാണ് ഇപ്പൊ. അപ്പൊ ശരി, യുദ്ധത്തിന് മാക്സിമം നടക്കണ്ട എന്നുള്ള രീതിയിൽ ദൂതമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടു നോക്കി. ഇനി യുദ്ധം ഉറപ്പായിട്ട് നടക്കുന്ന ഉറപ്പായി യുദ്ധക്കളത്തിൽ വന്നു കഴിഞ്ഞു. ഇനി ഒരു പുറകോട്ട് പോക്ക് ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിലില്ല. പക്ഷേ എല്ലാ മനുഷ്യരിങ്ങനെ, അർജുനൻ മാത്രമല്ല, എല്ലാരും ഇങ്ങനെ. ഉദാഹരണത്തിന് നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത്, എന്റെ മകളുടെ കാര്യം ഞാൻ പറയാം. അമ്മയടുത്ത് മകള് പറയാണ്, അമ്മേ എനിക്ക് പെട്ടെന്ന് വയസ്സായി, അമ്മയുടെ വയസ്സാണ്, എങ്കിലുള്ള ഗുണം എന്തെന്നറിയാമോ? എനിക്ക് പഠിക്കേണ്ടത്. ഇപ്പൊ ഞാനിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്നു. ഇന്നലെ നടന്ന സംഭവം, വൈഫിന്റെ അടുത്തൊന്ന് അമ്മ മകള് ഒന്ന് പറയണം, അമ്മയ്ക്ക് എന്ത് സുഖം, അമ്മയ്ക്ക് ഒന്നും പഠിക്കണ്ടല്ലോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അങ്ങ് പോയാൽ പോലെ, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വയസ്സായ അമ്മയുടെ പ്രായമായ എനിക്ക് പഠിക്കണ്ടല്ലോ. ഇത് ആര് പറഞ്ഞു? മകള് പറഞ്ഞു എന്ന് പറഞ്ഞ് വൈഫിന്റെ അടുത്തൊന്ന് പറയാം. ഓക്കെ. എന്നാൽ നമ്മള് ചിന്തിക്കുന്നത് എന്താണ്? മോള് പഠിച്ച കേസ് വിട്, നമുക്ക് പണ്ടേ സ്കൂളിലുണ്ടായിരുന്ന കാലം മതിയായിരുന്നു, അല്ലേ? നമുക്ക് ആ സ്കൂളിലെ കാലഘട്ടം മതിയായിരുന്നു. ഇങ്ങനെ ഇപ്പൊ വയസ്സായി ഇപ്പൊ ഈ തലവേദനകളൊക്കെ കൊള്ളുന്നതിനേക്കാളും നമുക്ക് എന്തായാൽ മതി എന്നാണ്. മോളെ പോലെ നമുക്ക് കൊച്ചായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആണല്ലേ? ഇതാണ് അക്കരെ പച്ച. അവർക്ക് ഇങ്ങോട്ട് വരണമെന്ന് അവള് പറയുന്നു. ഇവിടെ വൈഫ് പറയാണ്, ചേട്ടന് തോന്നിയിട്ടില്ലേ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് വയസ്സായ അച്ഛനമ്മ പോലെ പഠിക്കണ്ടല്ലോ തോന്നിയിട്ടില്ലേ? അതേപോലെ അവൾക്ക് തോന്നിയിട്ടുണ്ടല്ലേ? ഇപ്പൊ നമുക്ക് തോന്നുന്നത് പണ്ടത്തെ പോലെ സ്കൂളിൽ പഠിച്ചാൽ മതിയെന്നല്ലേ? കാരണം പഠിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും നോക്കണ്ടല്ലോ. 3 നേരവും ആഹാരവും പരിചരണവും അച്ഛനമ്മയുടെ സ്നേഹവും എല്ലാം കിട്ടും, ഒന്നും അറിയണ്ട, സുഖ ജീവിതമായിരുന്നു. ഇപ്പൊ തിരിച്ച്, അല്ലെ? ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം, അല്ലേ? അത് സത്യമല്ലേ? ആ പാട്ട് പാടിയ ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാവും ഇപ്പൊ കേട്ടാ. ആ പാട്ടാണല്ലേ? എന്ത് മനോഹരമായ പാട്ട്. അതാണ് അവസ്ഥ. എല്ലാവരുടെ അവസ്ഥ ഇവിടെ നിന്ന് അപ്പുറത്ത് പോകണം, അപ്പുറത്ത് അക്കരെ പച്ച. ഇതാണ് അവസ്ഥ. ഇത് ഒരു ഭൗതിക ലോകത്തിലെ ഒരു ബദ്ധ ജീവാത്മാവിന്റെ അവസ്ഥയാണ്. ഭൗതിക ലോകത്തിൽ വന്നുപെട്ട എല്ലാ ബദ്ധ ജീവാത്മാക്കളുടെ അവസ്ഥ ഇതാണ്. മുക്താത്മാക്കളുടെ അവസ്ഥ ഇതാണ്. മുക്താത്മാക്കളുടെ അവസ്ഥ എന്ന് പറയുന്നത് ആത്മരാമൻ സ്റ്റേജാണ്. എന്താ? സ്വയം സംതൃപ്തൻ, ഒന്നും വെളിയിൽ നിന്ന് വേണ്ട. ഇവിടെ തന്നെ ഇരുന്നോളാം, ഒരു പ്രശ്നമില്ല. നമുക്കിവിടെ ഇരുന്നാൽ ഇറങ്ങണം, ജയിക്കണം, നിൽക്കണം, നടക്കണം, കിടക്കണം, ഇരിക്കണം, ഇരുന്നാൽ നിൽക്കണം, നിന്നാൽ നടക്കണം, നടന്നാൽ പിന്നെ വീണ്ടും വന്നിരിക്കണം. ഇതാണ് നമ്മൾ ഒന്നിനും ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലേ? ഇത് ബദ്ധാത്മാവിന്റെ അവസ്ഥ. എന്നാൽ മുക്താത്മാവ് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരൊറ്റ ഇരിപ്പാണ്. ആ ഇരിപ്പാണ് ഇരുന്ന് മിണ്ടാതെ നാമം ജപിച്ച് അവിടെ തന്നെ തൃപ്തിയോടെ ഹാപ്പി ആയിട്ട് അവിടെ. ഇത് മനസ്സിലായോ? കാരണം മനസ്സിന്റെ ശാന്തതയാണ് അവിടെ കാണിക്കുന്നത്. നടക്കുന്ന ആളിന് ഇരിക്കണമെന്നും ഇരിക്കുന്ന ആളിനെ നടക്കണമെന്നും കിടക്കണമെന്നും അയാളെ പോയി തോന്നാൻ കാര്യം ഡിസ്റ്റർബ്ഡ് മൈൻഡ് ആണ്. ഡിസ്റ്റർബ്ഡ് മൈൻഡ്, അല്ലേ? ശാന്തനായ ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ശാന്തമായ മനസ്സിന്റെ ഉടമയാണെന്നാണ് കാണിക്കുന്നത്, ആണല്ലോ? നിങ്ങൾ നാമം ജപിക്കുമ്പോൾ അറിയാം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൺട്രോളിലാണോ അല്ലയോ. കറക്റ്റ് അറിയാൻ പറ്റും. ഞാൻ എപ്പോഴും നടന്നാണ് ഒട്ടുമുക്കാലും ജപിക്കുന്നത്, അതിനർത്ഥം ഡിസ്റ്റർബ്ഡ് ആണെന്നാണോ? എന്നാൽ ഇരുന്ന് ജപിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് അസൂയയാണ്. കാരണം അവർക്ക് അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു സത്യമാണ്, അല്ലെ? ഇതൊക്കെ നമുക്ക് നമ്മളെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ഏത് അവസ്ഥയിലാണ്.
ആയിക്കോട്ടെ, എന്നാലും ഇരിക്കാൻ പറ്റണത് വലിയ കഴിവാണ്. അത് വലിയ അത് രണ്ടാമത്തെ സ്റ്റേജ്, അത് സമ്മതിച്ചു. പക്ഷെ എന്നാലും ഇരുന്ന് ജപിക്കാന്ന് പറയുന്നത് അതൊരു വലിയ ഒരു കഴിവാണ്. തെറ്റൊന്നുമില്ല, ജപിക്കാം. കലിയുഗത്തിൽ അങ്ങനെയൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, ജപിക്കാം. ഞാൻ അങ്ങനെയാണ് ജപിക്കാറുള്ളത്. ഒട്ടുമുക്കാൽ നടന്നാണ് ജപിക്കാറ്. അല്ല, എന്നാല് എല്ലാവർക്കും സമയമുണ്ട്. പ്രയോറിറ്റിയിലാണ് വ്യത്യാസം. സമയം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിലാണ് വ്യത്യാസം. ഭഗവാൻ ഇരകട്ടെ. അല്ല, ഇരുന്ന് ജപിക്കണം എന്നാണ് നിയമം. ഇരുന്ന് 16 മാല ഒറ്റ അടിയിൽ ഇരുന്ന് ജപിക്കണം എന്നാണ് നിയമം. അത് രജോ ഗുണമുള്ളവർക്കും പറ്റും, ഒരു ജാടയിൽ ജപിക്കും. സാത്വിക ഗുണമുള്ളവർക്കും പറ്റും. പക്ഷെ ശാന്തമാകാതെ രജോ ഗുണമുള്ള ആൾക്കാർ 10 ദിവസം ഇരുമ്പോ 11ാം ദിവസം ഇറങ്ങി ഓടി ജപിക്കാൻ തുടങ്ങും. തമോ ഗുണമുള്ള സാത്വിക ഗുണമുള്ള ആൾക്കാർ എന്നും ശാന്തമായ അത് കഴിവാണ്, കഴിവ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നാമം ജപിക്കുന്നത് ഇരുന്ന് ജപിക്കുകയാണെങ്കിൽ അത് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഒരു ഫലം കിട്ടിയതിന്റെ തെളിവാണ്. അതുകൊണ്ട് ഇരുന്ന് ജപിക്കാൻ പ്രാക്ടീസ് ചെയ്യണമെന്നാണ് ആചാര്യന്മാർ നമ്മളോട് പറയും. ഓക്കെ, പറഞ്ഞ പോയിന്റ് മറന്നുപോയി. എന്താ നമ്മൾ പറഞ്ഞത്? ബദ്ധജീവാത്മാവിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഡിസ്റ്റർബ്ഡ് മൈൻഡ് എന്നുള്ളത് ബദ്ധജീവാത്മാവിന്റെ അവസ്ഥയാണ്. അപ്പൊ അർജുനൻ കാണിക്കുന്നത് ഒരു ശരിക്കുള്ള ഒരു ബദ്ധജീവാത്മാവുള്ള അവസ്ഥയാണ്. അവർ എന്ത് വേണമാണോ എന്ന് പറഞ്ഞത് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ സംതൃപ്തിപ്പെടുമെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ കിട്ടിക്കഴിഞ്ഞാലും അവർ ഡിസ്റ്റർബ് ആണ്. മനസ്സിലായ? ഇത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ ക്ഷേത്രത്തിൽ പോകും, ഭഗവാനേ എന്ന് പറഞ്ഞിട്ട് മറന്നു പോകാതിരിക്കാൻ ലിസ്റ്റിൽ എടുത്ത് വെച്ച് വായിക്കണം. നമ്മൾ ആഗ്രഹം എന്തൊക്കെയാണ്, മനസ്സിലായോ? അത്രയ്ക്ക് നമ്മൾ ലിസ്റ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പൊ തിരുപ്പതി പോയിട്ട് വന്നു. തീർച്ചയായിട്ടും ഞാനും ഒരു ലിസ്റ്റ് കൊണ്ട് തന്നെയാണ് പോയത്, ഇതിലെന്ന് പറയാൻ പറ്റില്ല. അപ്പോ നമ്മൾ ഭഗവാനോട് നമ്മുടെ അജണ്ട പറഞ്ഞ് സാക്ഷ്യം മേടിക്കാം. ഇതാണ് നമ്മുടെ ആവശ്യം. മനസ്സിലായോ? കാരണം മനസ്സിലായി പറയാം. അല്ലാതെ ഭഗവാൻ പറഞ്ഞത് അക്ഷരപ്രതി അനുസരിക്കാൻ നമ്മൾ തയ്യാറല്ല. ആണോ? അങ്ങനെ തയ്യാറാണെങ്കിൽ നമ്മൾ ദാസനും അദ്ദേഹം യജമാനനുമാണ്. നമ്മൾ ഒരു പേപ്പർ കൊണ്ട് അതിൽ ഒപ്പിട്ട് നിർബന്ധപൂർവ്വം നിങ്ങൾ ഒപ്പിട് എന്ന് പറഞ്ഞാൽ ഇതില് യജമാനൻ ആരാണ്, ദാസൻ ആരാണ്? നമ്മൾ പോകുന്നത് ഭഗവാന് ദാസനാക്കാനാണ്. നമ്മുടെ അജണ്ടയിൽ ഒപ്പിട്ട് മേടിക്കാനാണ് നമ്മൾ പോകുന്നത്. അല്ല ഭഗവാന്റെ അജണ്ട നോക്കി നമ്മൾ അഡ്ജസ്റ്റ് ആവാൻ തയ്യാറല്ല. നമ്മൾ ചെരുപ്പ് നോക്കി കാല് വെട്ടാൻ തയ്യാറാണോ? കാല് നോക്കി ചെരുപ്പ് വെട്ടാൻ നമ്മൾ തയ്യാറാണോ? എങ്ങനെയാണ് നല്ലത്? ഏതാണ്? ചെരുപ്പ് നോക്കി കാല് വെട്ടണതാണോ? കാല് നോക്കി ഭഗവാൻ പറയുന്ന അജണ്ട ഫോളോ ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. പക്ഷെ നമ്മൾ അതിന് തയ്യാറല്ല. നമ്മൾ നമ്മുടെ അജണ്ട ഭഗവാനെ കൊണ്ട് നിർബന്ധപൂർവ്വം സാങ്ഷൻ ആക്കി എടുത്ത് നമ്മൾ എൻജോയ് ചെയ്യാനാണ്. അപ്പൊ അതിലെ ദാസൻ ആരാണ്? ഭഗവാൻ നമ്മളെ ദാസനാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. നമ്മൾ അവിടെ ഭഗവാന്റെ യജമാനനാകുന്നു. ഈ മനോഭാവം എന്ന് മാറുമോ അന്ന് നമ്മൾ വളരെ ഹാപ്പിയായി. മനസ്സിലായോ? കാരണം നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഭഗവാൻ നമുക്ക് നല്ലതേ തരൂ എന്ന് നമുക്ക് ഉള്ളുകൊണ്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നത് മാമന്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം നമുക്ക് വേണ്ട. കാരണം അമ്മ നമുക്ക് ചോക്ലേറ്റ് മേടിച്ചു തരുന്നില്ല. മാമനാണെങ്കിൽ നമ്മൾ കാണുമ്പോഴെല്ലാം ചോക്ലേറ്റ് മേടിച്ചു എന്ന് വെച്ചാൽ അതിനർത്ഥം അമ്മയെക്കാളും സ്നേഹം മാമനുണ്ടെന്നാണോ? മാമ വല്ലപ്പോഴും വരുന്നുണ്ട്, ആ സ്നേഹം പിടിച്ചു വെക്കാൻ വേണ്ടി ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കും. അപ്പൊ പല്ലില്ലാതാവും. അത് വല്ലപ്പോഴല്ലേ, വല്ലപ്പോഴൊക്കെ കഴിക്കുന്നത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അമ്മ കുറ്റം പറയുമ്പോൾ മാമ അമ്മയെ വിരട്ടിയിട്ട് മക്കൾ കഴിച്ചു എന്ന് പറഞ്ഞ് ചോക്ലേറ്റ് തരും. അത് ആർക്ക് ഇഷ്ടപ്പെട്ടു? മക്കൾക്ക് ഇഷ്ടപ്പെടും, അല്ലെ? എന്നാല് എന്നും ചോക്ലേറ്റ് കഴിച്ചാൽ പല്ലെല്ലാം ഇളകി പോകും, മോള് ഭാവിയിൽ കഷ്ടപ്പെടും പല്ലില്ലാതെ എന്ന് മനസ്സിലാക്കിയ അമ്മ മകളുടെ ഭാവിക്കും നല്ലതിന് വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ് മേടിച്ച് തരാത്തത്. എന്ന് വെച്ചാൽ അതിനർത്ഥം മാമനാണ് മക്കളെ നന്നായി സ്നേഹിക്കുന്നതെന്നാണോ? യഥാർത്ഥ സ്നേഹം ഒരിക്കലും മാമന് അമ്മയുടെ അത്ര സ്നേഹിക്കാൻ പറ്റുമോ? എന്നതുപോലെ കൃഷ്ണൻ നമുക്ക് തരുന്നത് ഒറ്റ നോട്ടിന് നമുക്ക് ദോഷമുള്ളതാണെന്ന് നമുക്ക് തോന്നിയാലും ഒരിക്കലും നമുക്ക് ദോഷത്തിന് വേണ്ടി അല്ല അത് തരുന്നത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയേ കൃഷ്ണൻ നമുക്ക് എന്തും തരത്തുള്ളൂ. ഭക്തന് ഭഗവാൻ നല്ലതേ തരൂ. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആ കൊച്ചുകുട്ടിക്ക് ഇല്ലാത്തത് പോലെ നമുക്കുമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം നമ്മൾ തീരുമാനിക്കും. കുട്ടിക്ക് വേണമെന്ന് കുട്ടി തീരുമാനിക്കുന്നത്. എനിക്ക് എന്താണ് വേണ്ടത്? നല്ല ക്വാളിറ്റി ഫുഡല്ല വേണ്ടത്, ജങ്ക് ഫുഡാണ് വേണ്ടത് എന്ന് ആര് തീരുമാനിക്കുന്നു? കുട്ടി തീരുമാനിക്കുന്നു. അത് സാങ്ഷനാക്കി തരാത്ത അമ്മയോട് ദേഷ്യപ്പെടുന്നു, അല്ലെ? വാങ്ങിച്ചു തരുന്ന മാമനോട് ഇഷ്ടം കാണിക്കുന്നു. ശരിയല്ലേ? അത് യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് നന്മ ആരാണ് ആഗ്രഹിക്കുന്നത്? യഥാർത്ഥ നന്മ അമ്മ തന്നെയാണ്. എന്നതുപോലെ ഭഗവാൻ നമുക്ക് നല്ലത് വരുത്തിയാൽ
നമ്മുടെ കോമൺ സെൻസിന് നല്ലതെന്ന് തോന്നിയാലും നമ്മുടെ കോമൺ സെൻസിൽ അത് ചീത്തയെന്ന് തോന്നിയാലും രണ്ടും നല്ലത് തന്നെ. കാരണം ഭഗവാൻ ഒരിക്കലും ആർക്കും, നമുക്കെന്നല്ല ആർക്കും ദോഷം വരാൻ ആഗ്രഹിക്കില്ല. ഭഗവാൻ ഒരാളെ കൊല്ലുന്നതും പണിഷ്മെന്റ് കൊടുക്കുന്നതും ശപിക്കുന്നതും എല്ലാം അയാളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു ജഡ്ജ് ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു, അത് അയാളുടെ നന്മയ്ക്ക് വേണ്ടിയാണോ? എന്തൊരു നന്മ? അയാളെ കൊന്നിട്ട് എന്തൊരു നന്മ അല്ലേ? എന്നാലും നന്മയാണ്. കാരണം ആ ശിക്ഷ അയാൾ ആ ജന്മത്തെ അനുഭവിച്ചില്ല എങ്കിൽ അടുത്ത ജന്മത്തിന് ഈ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി മാത്രം മറ്റൊരു ഭൗതിക ശരീരം എടുക്കേണ്ടി വരും. അയാളുടെ ജനന മരണ ചക്ര, പിന്നെ ആ ജന്മത്തിൽ അയാൾ വീണ്ടും എന്തെങ്കിലും തെറ്റ് ചെയ്ത അതിനുവേണ്ടി വീണ്ടും 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 ഇങ്ങനെ ജന്മ മരണ ചക്രം കണ്ടിന്യൂ ചെയ്തു പോകാൻ വേണ്ടി അയാൾക്ക് ഉണ്ടാവാൻ ചെയ്ത പാപത്തിന് ഈ ജന്മത്തിന്റെ പണിഷ്മെന്റ് കൊടുക്കുന്നത് അത് അയാളുള്ള കാരുണ്യമാണ്. ഇത് ആത്മസാക്ഷാത്കാരമുള്ള അല്ലെങ്കിൽ ആധ്യാത്മിക വീക്ഷണമുള്ള ഒരു സ്പിരിച്വൽ മൈൻഡ് സെറ്റ് ഉള്ള, സ്പിരിച്വൽ കണ്ണുള്ള, ഒരു ശാസ്ത്ര ദൃഷ്ടിയുള്ള ആളിന് മാത്രമേ ഇതിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. സാധാരണ ആൾക്കാർ എന്ത് പറയും? ചത്തവൻ ചത്തു, ഇയാളാണ് തെറ്റ് ചെയ്തെങ്കിൽ ഇയാൾക്ക് മാപ്പ് കൊടുത്തു, ജീവിച്ചിരിക്കുന്ന ആളെങ്കിലും ജീവിക്കട്ടെ എന്നാണ് പറയുന്നത്. അതോടുകൂടി അയാൾക്ക് പണിഷ്മെന്റിൽ നിന്ന് മുക്തി കിട്ടോ? ഈ കോടതി വെറുതെ വിട്ടാലും ആ കോടതി അയാളെ വെറുതെ വിടത്തില്ല. മനസ്സിലായോ? അപ്പൊ ഇത് സ്പിരിച്വൽ വാദിക്ക് മാത്രമേ മനസ്സിലാവൂ. മനസ്സിലായോ? പണ്ടത്തെ നമ്മുടെ രാഷ്ട്രീയക്കാരും രാജാക്കന്മാരും എല്ലാം എന്തായിരുന്നു? സ്പിരിച്വൽ വിഷൻ ഉള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന തീരുമാനം ജനങ്ങളുടെ ആത്യന്തിക നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെട്ടിരുന്നു. ഇന്ന് സ്പിരിച്വൽ വാദികളാണോ ഇന്ന് ഈ ലോകത്തിൽ നയിക്കുന്ന രാഷ്ട്രീയക്കാരന്മാർ? അല്ല. അതുകൊണ്ട് അവരെടുക്കുന്ന തീരുമാനം എങ്ങനെയായിരിക്കും? വിനാശകാലെ വിപരീതം, എല്ലാം തലകുത്തനെയാണ് വെക്കേണ്ടത്. അപ്പൊ സ്പിരിച്വൽ വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്വയമേ നമുക്ക് സംതൃപ്തിപ്പെടാനും സന്തോഷിക്കാനും കഴിയൂ. മറ്റുള്ളവർക്ക് നന്മയും കൊടുക്കണമെങ്കിൽ സ്പിരിച്വൽ വിഷനുള്ള ആൾക്കാർക്ക് പറ്റുമെന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കും. ഇപ്പൊ ഇവിടെ അർജുനന് സ്വന്തം ഇഷ്ടപ്രകാരമാണ് അദ്ദേഹം യുദ്ധം വേണമെന്ന് പറഞ്ഞ് വന്നത്. എന്നാല് യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഒരു പോലീസുകാരന്റെ ഉത്തരവാദിത്തമാണ്, ഒരു പട്ടാളക്കാരന്റെ ഉത്തരവാദിത്തമാണ് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടത്. അർത്ഥത്തിൽ അദ്ദേഹം ഇതുവരെ എടുത്ത ഡിസിഷൻ ശരിയാണ്. എന്നാൽ ഇദ്ദേഹം ഒരു ബദ്ധജീവാത്മാവായതുകൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ഇവിടെ എത്തി തിരിച്ചു പോകണം. തലകുത്തനെയാണ്. മനസ്സിലായോ? അതായത് നമ്മൾ കാർ ഓടിച്ച് പോകുമ്പോ ചിലപ്പോ ചില വീട്ടിലെ പട്ടികൾ പുറകെ ഓടി അയ്യോ എന്ന് പറഞ്ഞ് അന്താൻ വിട്ട് ഓടിക്കും കേട്ടാ. എവിടെയെങ്കിലും പോയി വണ്ടി നിർത്തുമ്പോ ആ പട്ടി വന്ന വാക്കിൽ തിരിച്ചും കൂടെ ഓടിക്കൊണ്ട്. അതെന്തിനാണ് വന്നത് അതിന് പറഞ്ഞൂടാ, നമുക്ക് പറഞ്ഞു. ശരിയല്ലേ? ശ്രദ്ധിക്കണുണ്ടോ നിങ്ങൾ? ഓടിക്കളിച്ചു നമ്മളെ എപ്പോഴാണ് പഠിച്ചത്? അതും അന്തം വിട്ട് പുറകെ ഓടി. നമ്മൾ വേറെണ്ട് വണ്ടിയൊക്കെ ഓടിച്ച് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ച് എവിടെ കൊണ്ട് വണ്ടി നിർത്തുമ്പോ ആ പട്ടി വന്നതുപോലെ തിരിച്ചു കൊടുക്കും. ഇത് ആ പട്ടിയുടെ സ്വഭാവം അല്ല, അത് നമ്മുടെ സ്വഭാവം. ഇത് നമ്മുടെ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന സമസ്ത ബദ്ധ ജീവാത്മാവിന്റെയും അവസ്ഥ ഡിസ്റ്റർബ്ഡ് മൈൻഡാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ അവിടെ പോകണം തോന്നും, അവിടെ പോകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരണം തോന്നും. വീട്ടിൽ ഇരിക്കുമ്പോ നമുക്ക് എവിടെയെങ്കിലും പോകാന്ന് പറയും. അല്ലേ? ആര്? വൈഫ് പറയും. ശരി എന്ന് പറഞ്ഞ് നമ്മള് ഇല്ലാത്ത സമയം കണ്ടെത്തി പാരി കെട്ടി ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോ ശരി വാ നമുക്ക് വീട്ടിൽ പോവാം. ആലോചിച്ച് നോക്കണം. ശരിയല്ലേ? ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ? ഇനിയിപ്പോ മഴ പെയ്യും, വാ തിരിച്ച് വീട്ടിൽ പോകും. പിന്നെ എന്തിനിവിടെ വന്നു അവിടെ തിരിച്ചു പോകാനാണോ വന്നത്? ഇതാണ് ആരുടെ സ്വഭാവം? പെണ്ണുങ്ങളുടെ മാത്രമല്ല, നമ്മുടെ എല്ലാ ജീവാത്മാക്കളുടെയും സ്വഭാവം ഡിസ്റ്റർബ്ഡ് മൈൻഡ്, സാറ്റിസ്ഫൈഡ് അല്ല. ഇത് ഭൗതിക ജീവിതത്തിലെ പട്ടികളുടെ മാത്രമല്ല, ആണുങ്ങളുടെ മാത്രമല്ല, പെണ്ണുങ്ങളുടെ മാത്രമല്ല, മനുഷ്യരുടെ മാത്രമല്ല, മൃഗത്തിന്റെ മാത്രമല്ല, സമസ്ത ജീവജാലങ്ങളുടെയും ബദ്ധ ജീവിത അവസ്ഥയിലുള്ള അവസ്ഥയാണ് ഡിസ്റ്റർബ്ഡ് മൈൻഡ്. അർജുനനും ഇവിടെ അതുണ്ടായിരിക്കുക. അർജുനൻ പറയാണ്, എനിക്ക് തല കറങ്ങുന്നു. യുദ്ധത്തിനാണ് വന്നത്, പക്ഷെ തല കറങ്ങും. തല കറങ്ങിയ സമയത്ത് യുദ്ധം ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? തിരിച്ചു പോകണം. ഇതാണ് അതിന്റെ സ്റ്റെപ്പാണ് എടുക്കുന്നത്. രാവിലെ അയച്ചത് മകൾക്ക് ഒരു തലവേദന എന്ന് നോക്കിയപ്പോ അന്ന് എക്സാം ടെസ്റ്റ് പേപ്പർ. അപ്പൊ അമ്മയ്ക്ക് അത് മനസ്സിലായി. അമ്മ എന്ന് പറയും, സാരമില്ല മോളെ, ഞാൻ കൊണ്ടുവിടാം, ബസ്സിൽ പോണ്ട, ഞാൻ തന്നെ തിരിച്ചും വിളിച്ചോണ്ട് വരാം. മറ്റേ ഡോളോ ഉണ്ടല്ലോ, അര ഗുളിക ഞാൻ തരാം, മോൾക്ക് ഒരു കുഴപ്പമില്ല, പോയി എക്സാം എഴുതിട്ട് വന്ന് പറയും. അതെ. അപ്പൊ ഡിസ്റ്റർബ്ഡ് മൈൻഡാണ്. അപ്പൊ മനസ്സിലായി, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. എല്ലാ ജീവജാലങ്ങളുടെയും, ആണും പെണ്ണും മനുഷ്യനും മൃഗവും എല്ലാം ഡിസ്റ്റർബ്ഡ്.
ഇവിടെ അർജുനൻ ഇത്രയും കാലം ഈ യുദ്ധത്തിന് വേണ്ടി കാത്തിരുന്നു. എന്തിനാണ്? ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ട്, ലോകത്തിന് ഉപദ്രവിച്ചിട്ടുണ്ട്, അന്യായവാദികളാണ്. അപ്പൊ അവരെ എന്ത് വില കൊടുത്തും സ്ഥാനഭ്രഷ്ടരാക്കി അവിടെ ധർമ്മരാജാവിനെ പദവിയിലേറ്റേണ്ടത് ആ രാജ്യത്തിലെ മിലിറ്ററിയുടെ ജോലിയാണ്, ആവശ്യമാണ്. അതിലെ മിലിറ്ററിയിലെ ഏറ്റവും സൂപ്പർ ലീഡറാണ് പ്രിയപ്പെട്ട അർജുനൻ. നല്ല സ്കില്ലുള്ള വ്യക്തിയാണ്, നല്ല കഴിവുള്ള വ്യക്തിയാണ്, നല്ല ആംബിയറുള്ള വ്യക്തിയാണ്, നല്ല ശക്തനാണ്, നല്ല ധീരനാണ്, വീരനാണ്, യോദ്ധാവാണ്, ഗംഭീരനാണ്. എന്നാൽ കൂടെ ആരില്ല? മനസ്സിൽ. കൂടെ ആരില്ല? മനസ്സിൽ. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ അർജുനൻ തളരുകയാണ്. പക്ഷെ തളർന്നതെങ്കിലും അത് നല്ലൊരു കാര്യം ചെയ്തു. എവിടെയാണ് തളർന്നത്? കൃഷ്ണന്റെ ഫ്രണ്ടിലാണ് തളർന്നത്. അത് നല്ലതാണ്. വഴി പോയ ആൾക്കാരുടെ ഫ്രണ്ടിൽ തളർന്നില്ല. തളർന്നോ? വഴി പോണ ആൾക്കാരുടെ അടുത്ത് ഞാൻ ഡിസ്റ്റർബ്ഡ് ആണെന്ന് പറഞ്ഞോ? ഇല്ല. പറയേണ്ട ആളിനോട് പറഞ്ഞു. അവിടെയാണ് വിജയം. നമ്മൾ നമ്മുടെ ലോകത്ത് നമ്മൾ തളർന്നു പോകും പല സിറ്റുവേഷനിൽ. പക്ഷെ നമ്മളുടെ യഥാർത്ഥ അവസ്ഥ തുറന്നു പറയുന്നത് ശരിയായ ആളിനോടാണോ എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ശരിയായ ആളിനോട് അല്ല എങ്കിൽ പോക്കാണ് പിന്നെ ജീവിതം പാഴ്, അല്ലെ? ഇവിടെ അർജുനൻ ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഉള്ള വ്യക്തികളാണ് ഈ ഭൗതിക ലോകത്ത് ജനിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ആർക്ക് വന്നാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ചോദ്യം. ആ സിറ്റുവേഷൻ തുറന്നു പറയേണ്ടത് ശരിയായ ഒരാളിനോടായിരിക്കണം, കറക്റ്റ് മെന്ററിനോടായിരിക്കണം നമ്മൾ തുറന്നു പറയണം. ഇവിടെ അർജുനൻ ആ കാര്യത്തിൽ വിജയിച്ചു. അർജുനൻ തുറന്നു പറയുന്ന ആരോടാണ്? കൃഷ്ണനോടാണ്. നമ്മളും ബ്രഹ്മ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള ഒരു ആചാര്യനോട് നമ്മുടെ സിറ്റുവേഷൻ തുറന്നു പറയുന്നത് നല്ലത്. നമുക്കൊരാളോട് പോയി തുറന്നു പറയുന്നത് നല്ലതാണ്. ആട്ടോ ഡ്രൈവറിനോടല്ല പറയുന്നത്. ആണോ? നിങ്ങൾക്ക് ഒരു ലീഗൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരു അഡ്വക്കേറ്റിനോട് പോയി സംസാരിക്കുന്നത് നല്ലതാണ്. അല്ലാതെ തൂപ്പുകാരനോടാണോ പറയേണ്ടത് നിങ്ങളുടെ ലീഗൽ ഇഷ്യൂസ്? അല്ലല്ലോ. എന്നതുപോലെ നമ്മുടെ മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും മനുഷ്യന്റെ വിഷയങ്ങളും മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അത് തുറന്ന് സംസാരിക്കേണ്ടത് ഒരു സ്പിരിച്വൽ ഗോഡ് ഫാദറിനാണ്. മനസ്സിലായ? കാരണം അവരെ ഒരു ഡോക്ടറാണ്. അവരാണ് യഥാർത്ഥ ഡോക്ടർ ഈ ലോകത്തിൽ. അവരാണ് ഈ ഭൗതിക ലോകത്തിലുള്ള ഈ ബദ്ധ ജീവാത്മാക്കളുടെ ഡോക്ടറാണ് മുക്ത ജീവാത്മാക്കൾ. എന്നാൽ കൺമുമ്പിൽ മുക്താത്മാക്കളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം ബ്രഹ്മ ഗൗഡീയ സമ്പ്രദായത്തിലുള്ള പരമ്പരയുള്ള ആചാര്യന്മാരോട് നമുക്ക് സറണ്ടർ ആവാം. പണ്ട് ഒരു സിസ്റ്റം ഉണ്ട്. എങ്ങനെ അറിയാമോ? നമുക്ക് എന്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ കൃഷ്ണനെ പ്രാർത്ഥിച്ച് ഭഗവത്ഗീത ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ആ കാണുന്ന ശ്ലോകം നമ്മുടെ പ്രശ്നത്തിന്റെ ഉത്തരമായിരുന്നു. ശരിയല്ലേ? അതിന് കാരണം എന്ത്? നമ്മൾ ആരോടാണ് മനസ്സ് തുറക്കുന്നത്? കൃഷ്ണനോടാണ്. നമ്മൾ ആരോടാണ് മനസ്സ് തുറക്കുന്നത്? ഇതിന്റെ വിവർത്തനം എഴുതിയ ആധ്യാത്മികമായ ശരിയായ ഗുരുവിൽ നിന്നുമാണ്. അവരിൽ നിന്ന് നമ്മളിങ്ങനെ തുറന്നു ചോദിക്കുമ്പോൾ ആ ശ്ലോകം ഒട്ടുമുക്കാലും നമ്മുടെ പ്രശ്നത്തിന്റെ കറക്റ്റ് പരിഹാരം. അറിയാമോ? എനിക്ക് എത്രയോ പ്രാവശ്യം സംഭവിച്ചിട്ടുള്ള ഒരു അത്ഭുതം. എനിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ആ ആഴ്ചയിലുള്ള ക്ലാസ്, ഭൗതികത ക്ലാസ് ഏതെങ്കിലും ഭക്തന്മാരെ എടുക്കുമ്പോൾ അവിടെ പോയി വെറുതെ അത്ഭുതം എന്ന് പറയട്ടെ, ആ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്റെ പ്രശ്നത്തിന്റെ കറക്റ്റ് പരിഹാരം ആ ക്ലാസ്സിൽ എവിടെയെങ്കിലും അദ്ദേഹം പറഞ്ഞു. മനസ്സിലായോ? ഇതാണ് ഭഗവത്ഗീതയുടെ മഹത്വം എന്ന് പറയുന്നത്. ഇത് 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവത്ഗീത ഉപദേശിച്ചെങ്കിലും അത് ആധുനിക പ്രശ്നത്തിന്റെ പരിഹാരമാണെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞിട്ടുണ്ട്? അതുകൊണ്ട് നിയമപ്രകാരം അല്ലാതെ ഭഗവത്ഗീത എല്ലാവരും പഠിക്കണം എന്നുള്ള ഏതൊരു വ്യവസ്ഥയെയും ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ നിയമപ്രകാരം എല്ലാവരും ഭഗവത്ഗീത പഠിക്കുമ്പോൾ കൊണ്ടുവരാൻ പറ്റൂല. കാരണം ഇത് ഇന്ത്യ മതേതര അത് എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഭഗവത്ഗീതയിൽ 5000 വർഷങ്ങൾ മുമ്പാണ് ഉപദേശിച്ചെങ്കിൽ കൂടി ആധുനിക പ്രശ്നത്തിന്റെ പരിഹാരമാണ് മഹാത്മാഗാന്ധി പറയാൻ കാരണം ഈ ഒരു ക്വാളിറ്റി കൊണ്ട്. അപ്പൊ നമ്മുടെ ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കൃഷ്ണനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ ഭഗവത്ഗീതയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഉപദേശമാണ്. ശരിയല്ലേ? അപ്പൊ ഇതേ പ്രശ്നത്തിലൂടെ ആര് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്? അർജുനൻ കണ്ടിന്യൂ ചെയ്തു. അർജുനനെ കണ്ടിന്യൂ ചെയ്ത അതേ മാനസികാവസ്ഥയെ നമുക്ക് ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അതിൽ കൂടെ ഉണ്ടാകാൻ പോകുന്നില്ല. ആ മാനസികാവസ്ഥയിൽ കൃഷ്ണൻ എന്ത് ഉപദേശമാണ് കൊടുത്തത് നമുക്ക് ഭഗവത്ഗീത വായിക്കുമ്പോൾ മനസ്സിലാവും. വായിച്ചാൽ മനസ്സിലായില്ലെങ്കിൽ അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഡോക്ടർമാരെ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഉടനെ നമുക്കത് നമ്മുടെ പ്രശ്നത്തിന് ഉത്തരമായിട്ട് നമുക്കത് എടുക്കാനും പറ്റും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ കുട്ടികളായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് പഠിക്കണം? ഭഗവത്ഗീത ഉപദേശിച്ചിരിക്കുന്നത് ഒരു വീര യോദ്ധാവിന് വേണ്ടിയാണ്, അല്ലെ? പടക്കളത്തിൽ ഇറങ്ങി പോരാടുന്ന ഒരു വീര യോദ്ധാവിന് വേണ്ടിയാണ് ഭഗവത്ഗീത ഉപദേശിച്ചിരിക്കുന്നത്. അല്ലാതെ ജീവിതങ്ങളെല്ലാം കഴിഞ്ഞ് മരിക്കാൻ വേണ്ടി കുഴിയിൽ കാല് നീട്ടിയിരിക്കുന്ന അപ്പൂപ്പനെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയാണോ ഭഗവത്ഗീത ഉപദേശിച്ചിരിക്കുന്നത്? നോക്കിയിട്ട് പറയും. ഭഗവത്ഗീത ആർക്കും വേണ്ടി ഉപദേശിക്കും?
പടക്കളത്തിൽ ഇറങ്ങി പോരാടുന്ന വീരയോദ്ധാക്കൾ. നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ പടക്കളത്തിലാണ്. നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടീസ് ഉണ്ട്, നമ്മളെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് അവകാശപ്പെട്ടത് നേടിയെടുക്കാൻ വേണ്ടി കുറെ സമരം ചെയ്യേണ്ടിയിരിക്കുന്നു, യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം ഉണ്ട് ഈ ലോകത്ത്, അല്ലേ? അതൊരു കാലത്തിൽ ഒരു കുരുക്ഷേത്രത്തെ ആണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഉപദേശം സ്വീകരിക്കേണ്ടത് എവിടെ നിന്നുമാണ്? കൃഷ്ണനിൽ നിന്നുമാണ്, ഭഗവത്ഗീതയിൽ നിന്നുമാണ്. അപ്പൊ ആ ഭഗവത്ഗീത ജ്ഞാനം നമ്മുടെ 25 വയസ്സിന് മുമ്പേ നമ്മൾ ആദ്യം ഏറ്റവും നന്നായി പഠിച്ചെങ്കിൽ ബ്രഹ്മചര്യത്തെ പഠനമാണ് പറയുന്നത്. മനസ്സിലായോ? തിയറി ക്ലാസ്. എന്നാൽ തിയറി ക്ലാസ്സിൽ എന്താണോ പഠിച്ചത് അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് ഗൃഹസ്ഥാശ്രമം. അടുത്ത 25 50 വയസ്സാകുമ്പോൾ ഏകദേശം നമ്മൾ ഇതെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഗുണദോഷം മനസ്സിലായി. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ സമയം ഭക്തി കാര്യങ്ങളിൽ ഏർപ്പെടുത്താൻ വേണ്ടി ഭൗതികമായ കാര്യങ്ങൾ അല്പം കുറച്ചിട്ട് നമ്മൾ സ്പിരിച്വൽ കാര്യങ്ങൾ കൂട്ടുന്ന സമയം ആണ് ഏത്? വാനപ്രസ്ഥം. റിട്ടയർഡ് ലൈഫ് എന്ന് പോയി. റിട്ടയർഡ് ലൈഫ് ഈസ് ഫോർ എന്തിനാണ്? റിട്ടയർഡ് ലൈഫ് ഈസ് ഫോർ സ്പിരിച്വൽ ഡെവലപ്മെന്റ്. റിട്ടയർഡ് ലൈഫ് ഫോർ സ്പിരിച്വൽ ഡെവലപ്മെന്റ്, അല്ലാതെ മക്കളെ നോക്കാൻ വേണ്ടി അല്ല. സ്പിരിച്വൽ ലൈഫ് ഡെവലപ്മെന്റ് വേണ്ടിയാണ്, അല്ലാതെ മക്കളെ നോക്കാനല്ല. ഇത് പറഞ്ഞ ആരെങ്കിലും സമ്മതിക്കും? ഇപ്പൊ ഇതാണ് പണി. അച്ഛന് ഒരു പണിയില്ലല്ലോ, എന്റെ മക്കളെ നോക്ക്, ഇതാ പിടിച്ചോ, ഇത് അപ്പൊ ഒന്നിപ്പോ കുറെ കഴിയുമ്പോ ഒന്നുകൂടെ, പിന്നെ വേണമെങ്കിൽ ഒന്നുകൂടെ തരാം. അമേരിക്ക കൊണ്ടുപോകുമ്പോ അച്ഛനെ 6 മാസം, അച്ഛനെ കൊണ്ടുവിട്ടിട്ട് അമ്മയെ 6 മാസം, അല്ലേ? അത് ചാറൊക്കെ എടുത്ത് പിഴിഞ്ഞെടുത്തതിന് ശേഷം ബാക്കി നീ അതിൽ നിന്ന് ഒന്നും ഇല്ലാതെ വരുമ്പോ നമുക്ക് സമയമില്ല, ഞാനൊരു നേഴ്സിനെ വെച്ച് തരാം, വീട്ടിൽ ഇരുന്നോ. പക്ഷെ അതുകൊണ്ട് നമ്മൾ നശിപ്പിക്കുന്നത് നമ്മുടെ പിള്ളേര് വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടോ? ഇനി അവരുടെ കാര്യം ആര് നോക്കിക്കോണം? അവരുടെ മക്കൾ ആര് നോക്കിക്കോണം? അവര് നോക്കിക്കോണം. മനസ്സിലായോ? നമ്മുടെ വിലപ്പെട്ട സമയം ഇനി ഒരു സെക്കൻഡ് പാഴാക്കാനില്ല. നമ്മള് കൂടുതൽ സ്പിരിച്വൽ എൻലൈറ്റ്മെന്റിന് വേണ്ടി നമ്മൾ മാറണം. അങ്ങനെ നിങ്ങൾ തുടക്കത്തിലെ ഒരു സ്റ്റാൻഡ് എടുത്താൽ നമ്മളെ കുറ്റം പറയാൻ ആരും കാണൂല. ഇത് ആദ്യമേ നിങ്ങൾ അതൊക്കെ സ്വീകരിച്ച് എടുത്താൽ പിന്നെ അത് ഊരാൻ പറ്റത്തില്ല. ഭാര്യയെ ഉപേക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്പിരിച്വൽ ലൈഫ് ആഗ്രഹിക്കുന്ന വ്യക്തി 70 വയസ്സിന് ശേഷം ഭാര്യ ഉപേക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. നടക്കുന്ന കാര്യമാണോ? ഭാര്യ വെടിവെച്ച് കൊല്ലും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭാര്യയോടെ ഒപ്പം നിന്ന് നമ്മൾ സ്പിരിച്വൽ ലൈഫ് ഫാസ്റ്റ്. അതുകൊണ്ടാണ് സന്യാസം കലിയുഗത്തില് വേണ്ടെന്ന് പറഞ്ഞത്. കാരണം എന്ത്? അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ വെടിവെച്ച് കൊല്ലും എന്ന് ഭഗവാൻ അന്നേ മനസ്സിലായി. അതുകൊണ്ട് പറഞ്ഞ് സന്യാസ കലിയുഗത്തിൽ വേണ്ട, ഭാര്യയുടെ കൂടെ പ്രാക്ടീസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അല്ലേ? അതുകൊണ്ട് ഈ കലിയുഗത്തിലെ അവസ്ഥ ഭഗവാൻ അന്നേ അറിയാം. അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സന്യാസം സ്വീകരിക്കേണ്ട, ഭാര്യയുടെ കൂടെ ട്രിപ്പ് പോയിക്കൊള്ളുക, വൃന്ദാവനത്ത് പോയിക്കൊള്ളുക, ഭാര്യയുടെ കൂടെ വാനപ്രസ്ഥത്തിൽ തന്നെ ലൈഫ് ലോങ് ജീവിച്ചോളുക. സന്യാസത്തിന്റെ പ്രശ്നമില്ല. അപ്പൊ ഭാര്യ എപ്പോഴും കൂടെ ഉണ്ട്, നമ്മളോട് കൂടെ തന്നെ. പക്ഷെ അതിനെന്താണെന്ന് വെച്ചാല് നമ്മള് അവരുടെ ഒപ്പം ഉണ്ട് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ പേഴ്സണലി നമ്മുടെ സമയം അതിനകത്തായിട്ടില്ല ഭഗവാന്റെ കാര്യത്തിൽ. അതാണ്. അല്ലാതെ സത്യസന്ധമായി തുറന്ന് സംസാരിക്കാൻ നിന്ന ആട്ടുകല്ലൊക്കെ പണ്ടത്തെ അവിടെ ഉണ്ട്. അറിയാലോ ആട്ടുകല്ല്? അതിന് 2-3 പർപ്പസ് ഉണ്ട്. ഇപ്പൊ ആരും അതിന് ഉപയോഗിക്കുന്നില്ല, തൂക്കിയെടുത്ത്. അതുകൊണ്ട് നമ്മൾ അതൊന്നും പറയാതെ എപ്പോഴും അവർ പോയിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്ന അവർ വളരെ ഹാപ്പിയുമാണ്. നമ്മൾ ബാക്കി സമയം ഫ്രീയുമാണ്. അല്ലേ സാറേ? അതാ. അപ്പോ ദയവായി ക്ഷമിച്ചാലും നിങ്ങൾ തിരിച്ചു പോകാതെ കേട്ടോ, നിങ്ങൾ തിരിച്ചു പോകാതെ. നിങ്ങളെ ലേഡീസും അങ്ങനെ തന്നെ. നിങ്ങൾ സ്പിരിച്വൽ ലൈഫിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് നാച്ചുറലി ഒരു വിരക്തി വരുന്നുണ്ട്. ശ്രദ്ധിച്ചോ? ആണുങ്ങൾക്ക് വിരക്തി വന്നിട്ടില്ല എങ്കിൽ പിന്നെ ഭാഗം ക്ലാസ്സിന് എന്താ ആള് വരാത്ത? ആണുങ്ങൾ വരാത്ത എന്താ? പെണ്ണുങ്ങൾ എന്തുകൊണ്ട് വരുന്നു? ഇവിടെ തന്നെ എവിടെ പോയി സ്ത്രീകളാണ് കൂടുതൽ. സ്പിരിച്വൽ കാര്യങ്ങൾക്ക് മൊത്തം ആള് കസേര നിറയ്ക്കുന്നത് എല്ലാം സ്ത്രീകൾ ഇരുന്നാണ്. ആണുങ്ങൾ 2 കസേരയുണ്ട്, പെണ്ണുങ്ങൾ എന്തുമാത്രം കസേര ഇരിക്കുന്നു, അല്ലേ? ശരിയല്ലേ? അപ്പൊ അതിനർത്ഥം എന്താണ്? നാച്ചുറലി നിങ്ങൾക്ക് കൃഷ്ണനോടുള്ള അട്രാക്ഷൻ പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. ഗോപികമാരെല്ലാം സ്ത്രീകളല്ലേ? ഏറ്റവും നല്ല ഡിവോട്ടി ആരെന്ന് വെച്ചാൽ രാധാറാണിയല്ലേ? അല്ലെ? ഗോപികമാരെ കണ്ട് നമ്മൾ പഠിക്കണമെന്നല്ലേ ആത്യന്തികമായ ഭാഗവതം പറയുന്നത്, അല്ലെ? അപ്പൊ നാച്ചുറലി നിങ്ങൾക്ക്
കൃഷ്ണനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഈഗോ കുറവാണ്. ആണുങ്ങൾക്ക് ഈഗോ കൂടുതലാണ്. ഇവർ ഒരു വിധത്തില് കൃഷ്ണനെ സറണ്ടർ ആവും. സ്ത്രീകൾ അതെ, സ്ത്രീകൾ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാല് ഫലത്തിൽ അവരൊരു വെള്ളം പോലെയാണ്. അവരുടെ ഷേപ്പ് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവരിയ്ക്കുന്ന പാത്രത്തിന്റെ ഷേപ്പാണ്. ഷേപ്പ് മാറ്റാൻ എളുപ്പമാണ്. അവർ ഏത് സിറ്റുവേഷൻ വന്നാലും അവരെ അഡ്ജസ്റ്റ് ആവും. ആണുങ്ങൾ അഡ്ജസ്റ്റ് ആവും. അവർ ഒരു വിധത്തിൽ അവരുടെ ഈഗോയെ പ്രാക്ടീസ് ചെയ്യാതെ അവർ പടി ഇറങ്ങത്തില്ല. മനസ്സിലായി? ഒരു ഭർത്താവിന് ഇഷ്ടം എന്താണെന്ന് നോക്കി കണ്ടറിഞ്ഞ് അതേ ഇഷ്ടത്തിലേക്ക് അഡ്ജസ്റ്റ് ആവാൻ ഭാര്യ എന്നും റെഡിയാണ്. ഭാര്യ ആഗ്രഹിക്കുന്നത് ഭർത്താവിന്റെ കെയർ മാത്രമാണ്. ബാക്കി എല്ലാം വിട്ടുകൊടുക്കാൻ ആര് തയ്യാറാണ്? നാച്ചുറലി പെണ്ണുങ്ങൾ തയ്യാറാണ്. പക്ഷെ ആണുങ്ങൾ അങ്ങനെ തയ്യാറാണോ? ഇല്ലോ, ഇല്ലോ. എനിക്ക് കൊമ്പുണ്ട്, ഞാൻ പറഞ്ഞതേ നടക്കാവൂ. പക്ഷെ നടക്കണതെല്ലാം പെണ്ണുങ്ങൾ പറയുന്നത് നടക്കുള്ളൂ, വേറെ കാര്യം. അത് പിന്നത്തെ കാര്യം. എന്നാൽ ഈഗോ വിട്ട് വരത്തില്ല. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് കൃഷ്ണനെ കാണുമ്പോ ഇവർക്ക് നമസ്കരിച്ചൂടാ? പെണ്ണുങ്ങൾ വീണ്ടും നമസ്കരിക്കും. ആണുങ്ങൾ പോകും, കൊമ്പം വീശ വെച്ചോണ്ടെങ്കിൽ പോകും, ഇങ്ങനെ പോകും, നമസ്കരിക്കൂല. ക്ഷേത്രത്തിൽ പോയാൽ നമസ്കരിച്ചില്ലെന്ന്. ഇന്ന് പെണ്ണുങ്ങൾ നാച്ചുറലി നമസ്കരിച്ചു. ശരിയല്ലേ? ആ വിനയം അവിടെ വരുന്നുണ്ട്, സറണ്ടർ മനോഭാവം വരുന്നുണ്ട്. കൃഷ്ണൻ പറഞ്ഞത് എന്താണ്? സർവധർമാൻ പരിത്യജ മാം ഏകം ശരണം വ്രജ. എന്നെ ശരണം പ്രാപിക്കൂ എന്നാണ്. അത് ചെയ്യാൻ പെണ്ണുങ്ങൾ തയ്യാറാണ്, ആണുങ്ങൾ തയ്യാറല്ല. ശരണം പ്രാപിക്കില്ല. ശരണാഗതിയുടെ റിസൾട്ട് എന്ന് വെച്ചാൽ നമ്മൾ പ്രണമിക്കണം, നമസ്കരിക്കണം. അതാണ് ശരണാഗതി എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ശരണം പ്രാപിക്കാത്ത ഒരാളെ നോക്കി നമ്മൾ നമസ്കരിക്കുമോ? എന്നാ തോക്ക് കാണിച്ചാ ഹാൻസം, ഒരു കുഴപ്പമില്ല, ഒരു നാണവും ഇല്ല, ഒരു മാനവും ഇല്ല. തോക്ക് കാണിച്ചാൽ കൈപ്പൊക്കാൻ നാണമില്ല. എന്നാൽ ഇത് ഭഗവാനെ കാണുമ്പോ കൃഷ്ണ എന്ന് കൈപ്പൊക്കാൻ നമ്മൾ റെഡിയാണോ? നമ്മൾ റെഡിയല്ല. നമ്മൾ കൈപ്പൊക്കണമെങ്കിൽ തോക്ക് കാണണം. ഭഗവാൻ തോക്ക് കാണിക്കുക അവസാനം. ഭഗവാനെ ജീവനോടെ ഇരിക്കുമ്പോൾ സറണ്ടർ ആവാൻ തയ്യാറാകാത്തവരെ ഭഗവാൻ മരണരൂപത്തിൽ ദർശനം നൽകി സറണ്ടർ ആക്കി. ശരണാഗതി ചെയ്തേ പറ്റൂ. ഒന്നുകിൽ ഭഗവാനെ നമ്മൾ സ്വമനസ്സാലെ ശരണം പ്രാപിക്കും, ഇല്ലെങ്കിൽ ഭഗവാൻ വിശ്വരൂപം കാണിക്കും, മരണത്തിന്റെ രൂപത്തിൽ വന്ന് കാണിച്ചു തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഹാൻഡ്സ് അപ്പ് ചെയ്യോ ചെയ്യില്ലേ? യമരാജന്റെ അടുത്ത് അവിടെ പോയി മറ്റേ ഈർക്കിൽ വെടിയൊക്കെ വെച്ചാൽ അവിടെ വല്ല ഏക്കോ കാലെ അടിച്ച് കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ആരെ നമസ്കരിക്കണം? കൃഷ്ണനെ നമസ്കരിക്കണം. ഭഗവാൻ വ്യക്തമായി പറയുന്നുണ്ട്. എന്താ? എന്നെ നമസ്കരിക്കൂ എന്ന് പറയുന്നു. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? എങ്ങനെയാ? പെണ്ണുങ്ങള് മുട്ട് മടക്കി, കൈ മുട്ട് മടക്കി, തല നെറ്റി വെച്ച് നമസ്കരിക്കണം. പഞ്ച അവയവ ദർശനം, നമസ്കാരം എന്ന് പറയും. എന്നാ പുരുഷന്മാര് എങ്ങനെ നമസ്കരിക്കണം? ആപാദ ചൂടം, അതായത് ദണ്ഡ നമസ്കാരം. ഒരു ദണ്ട് പോലെ മൊത്തം കൈയും കാലും എല്ലാം ഇങ്ങനെ ഫുൾ ദണ്ട് പോലെ വെച്ച് ഭഗവാനെ നമസ്കരിക്കണം. നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഈ അർജുനനുള്ള ഇപ്പോഴത്തെ ഇഷ്യൂ ഉണ്ടല്ലോ, 3/4 സോൾവ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ടെൻഷൻ ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ഒരു ദണ്ഡ നമസ്കാരം ചെയ്ത് കുറെ നേരം അങ്ങനെ കമന്ന് കിടന്നിട്ട് ഏച്ച് നോക്കും. നമ്മുടെ എല്ലാ ഭാരവും ഇറങ്ങി. അറിയാം? ആണല്ലേ? സത്യം, വളരെ സത്യമായ കാര്യം. യോഗയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ശ്വാസം നല്ല രീതിയിൽ വിട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ റിലാക്സ് ആവുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഭാരങ്ങളെല്ലാം ഭഗവാന്റെ പാദത്തിൽ ഇറക്കി വെക്കുന്നു എന്ന് പറഞ്ഞ് ഒന്ന് വീണ് നമസ്കരിച്ച് ഒന്ന് ഏച്ചു നോക്കുന്നത് ഭയങ്കര റിലാക്സിറ്റി. കാരണം അതാണ് അതിന്റെ ശരി. ഇവിടെ അർജുനൻ ചെയ്തതും അതാണ്. ഇന്നത്തെ ശ്ലോകത്തിൽ എന്താണ് ചെയ്തത്? അതേപ്പോ ആരടുത്ത് ശരണം പ്രാപിച്ചിരിക്കുകയാണ്? കൃഷ്ണൻ. അതോടുകൂടി 3/4 പ്രശ്നം സോൾവ് ആണ്. പിന്നെ 1/4 ഭാഗമേ ഉള്ളൂ. അത് ഭഗവാൻ പറഞ്ഞു തരും എങ്ങനെ സോൾവ്. മനസ്സിലായി? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇന്നത്തെ ക്ലാസ് അവസാനിക്കാറായി. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആരെ ശരണം പ്രാപിക്കും? കൃഷ്ണന് ശരണം. നമ്മൾ വിചാരിക്കും കൃഷ്ണൻ ഇവിടെ ഇല്ല. ആര് പറഞ്ഞില്ല? ഭഗവാൻ ഉണ്ട്. ഭഗവാൻ നമ്മുടെ കൂടെ റെസിപ്രോക്കേറ്റ് ചെയ്യും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഭഗവത്ഗീത എടുത്ത് നിങ്ങളുടെ പ്രശ്നം എന്തുണ്ടെങ്കിലും ഇങ്ങനെ തുറന്ന് വായിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയാൽ മാത്രം മതി. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കൃഷ്ണൻ നിങ്ങളോട് ഇറങ്ങി വന്ന് നിങ്ങളെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലാവും. അതേപോലെ നിങ്ങൾ ഭക്തസംഘത്തിൽ ഇതേപോലെ സത്സംഗത്തിലൊക്കെ വരികയും ഇതുപോലെ ഭഗവാനെ കുറിച്ച് പറയുന്ന കഥകൾ കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ദൈനംദിന പ്രശ്നത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഈ ക്ലാസ്സുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടും. നിങ്ങൾക്ക് നല്ലവണ്ണം ഡിസിഷൻ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. മനസ്സിലായി? തീരുമാനം എടുക്കാനുള്ള കഴിവാണ് മനുഷ്യനെ ശരിക്കും എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റുന്നത്. അതും കറക്റ്റ് സമയത്തും കറക്റ്റ് സാഹചര്യത്തിലും നല്ല രീതിയിൽ എടുക്കുന്ന തീരുമാനങ്ങളെയാണ് നമ്മളെ ഉയർത്തുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നത്. ആണല്ലോ? അത് നിങ്ങളെ സഹായിക്കാൻ ആരിവിടെ ഉണ്ട്? കൃഷ്ണനും.
ആ കൃഷ്ണന്റെ സേവനം നിങ്ങൾ പ്രയോജനപ്പെടുത്തും. ഭഗവത്ഗീത നിങ്ങൾ പ്രയോജനപ്പെടുത്തും. ആചാര്യന്മാരുടെ ഭക്തന്മാരുടെ അസോസിയേഷൻ പ്രയോജനപ്പെടുത്തുക, ക്ലാസ്സുകൾ പ്രയോജനം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വരുമല്ലോ, ഭഗവത്ഗീത ക്ലാസ്സിൽ വരില്ലേ? അപ്പൊ ഓൺലൈനിൽ നമുക്ക് ക്ലാസ് അവൈലബിൾ ആണെന്നുള്ള കാര്യം അറിയാലോ. ശ്രീമദ് ഭാഗവതം അഭയചരണം TV എന്നുള്ള TV-യിൽ എല്ലാം അപ്ലോഡഡ് ആണ്. ഭഗവത്ഗീത, ഭാഗവതം, ചൈതന്യ ചരിതാമൃതം എല്ലാത്തിന്റെയും തുടക്കം മുതലുള്ള അടിപൊളി ക്ലാസ്സുകൾ അഭയചരണം TV എന്നുള്ള യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് നമ്മുടെ ഗീത ക്ലാസ് എന്ന് പറഞ്ഞ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക് ഡെയിലി ഇടുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ 9 മണി വരെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സും വൈകുന്നേരം 5 മുതൽ 6 മണി വരെ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സും ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഞായർ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഉണ്ട്. ഞായറാഴ്ച നമ്മുടെ ഈ ഭഗവത്ഗീത ഡയറക്റ്റ് ക്ലാസ്. ഇതെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തും. നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് കലിയുഗത്തിൽ എന്ത് പറഞ്ഞിട്ടില്ല? സന്യാസം പറഞ്ഞിട്ടില്ല, അല്ലെ? കുടുംബത്തോടെ ജീവിച്ചുകൊണ്ട് തന്നെ ഭക്തി പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമ്മുടെ സമയം ഡിവൈഡ് ചെയ്ത് കൊടുക്കും. രാവിലെ ഇത്ര മണി വരെ ജപം, ഇത്ര മണി വരെ പാചകം, ഇത്ര മണി വരെ അല്ലെ ഡ്രസ് ചെയ്ത് ഇറങ്ങാം, ഇത്ര മണി വരെ ജോലി, അതിനുശേഷം ഇത്ര മണി വരെ തിരിച്ച് ട്രാവൽ, ഇത്ര മണി വരെ ഭാഗവത വായന. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്ര മണി വരെ ഭക്ഷണം കഴിക്കാനും നമ്മളെ സമയം കൊടുക്കണം, തീർച്ചയായും. അത് വേണം. കറക്റ്റ് സമയത്തിന് ആഹാരം കഴിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി കുറയും. അപ്പൊ ഇതെല്ലാത്തിനും സമയം ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കറക്റ്റ് അതിലൂടെ പറ്റും. കാരണം സമയം ആരാണ്? കൃഷ്ണനാണ്. അപ്പൊ സമയം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കൃഷ്ണൻ നമ്മൾ മതിക്കും പോലെയാണ്. ഓക്കെ, അതുകൊണ്ട് ഒരു ഭക്തൻ ചോദിച്ചു, ഞങ്ങൾ നോക്കുമ്പോ അഭക്തന്മാരായ ആൾക്കാർ ജീവിതത്തിൽ പരിപൂർണത നേടിയതായിട്ട് സക്സസ്ഫുൾ ആയിട്ട് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. ഉടനെ ഒരു ആചാര്യൻ ആൻസർ പറഞ്ഞത് എന്ന് വെച്ചാൽ, ഒരിക്കലും അഭക്തനായ ഒരു വ്യക്തി എന്താവുള്ള സക്സസ്ഫുൾ ആവത്തില്ല. അപ്പൊ നമ്മൾ അന്തം വിടും. അപ്പൊ ഭക്തിയെ ഇല്ലാത്ത കുറെ നല്ല കാഷ്ഭൂഷ ആൾക്കാർ സക്സസ്ഫുൾ ആയിട്ടുണ്ടല്ലോ ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, അവർ ഭഗവാന്റെ സമയരൂപത്തിനെ ആരാധിക്കുന്നത് കൊണ്ടാണ് അവർ സക്സസ് ആയത്. മനസ്സിലായോ? ഭഗവാൻ എന്ന് പറയുമ്പോൾ കാലം എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പൊ ഭഗവാന്റെ കാലരൂപത്തിന് അവരെന്ത് ചെയ്തു? കൂടുതൽ റെസ്പെക്ട് കൊടുത്തു. അതുകൊണ്ട് ഒരു സെക്കൻഡിനെ അവർ മതിച്ചു, ഒരു സെക്കൻഡിനെ അവർ വേസ്റ്റ് ആക്കിയില്ല. അതിനെ റെസ്പെക്ട് ചെയ്ത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പൊ അവർ യഥാർത്ഥത്തിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്തു? സമയത്തിനെ മതിച്ച് ചെയ്തു. സമയത്തിനെ മതിക്കാന്ന് പറയുമ്പോൾ ആരെ മതിക്കുന്നതിന് തുല്യമാണ്? ഭഗവാനെ, കൃഷ്ണനെ മതിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് സമയരൂപേണയുള്ള ഭഗവാനെ ആരാധിച്ചത് കൊണ്ടാണ് അവർക്ക് ഉയർച്ച ഉണ്ടായിരുന്നത്. ശരിയല്ലേ? അപ്പോ സമയരൂപേണയുള്ള ഭഗവാനെ ഭക്തി എന്നുള്ള രീതിയിൽ നമ്മൾ ആരാധിക്കുന്ന ഓരോരുത്തരും തീർച്ചയായിട്ടും മതിക്കേണ്ടതാണ്. അലസമായി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈനംദിന ജീവിതത്തിന് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് ബാലൻസ് ചെയ്യണം. ജോലിക്ക് പോകുന്ന സമയത്ത് ജോലിക്ക് പോകണം, പാചകം ചെയ്യണം, നാമം ജപിക്കേണ്ട സമയത്ത് നാമം ജപിക്കണം, ഭാഗവതം വായിക്കേണ്ട സമയത്ത് ഭാഗവതം വായിക്കണം. എല്ലാത്തിനും സമയം ഉണ്ടായിരിക്കണം. പ്രയോറൈറ്റൈസ് ചെയ്താൽ, നേരത്തെ പറഞ്ഞതുപോലെ, എല്ലാത്തിനും സമയം ഉണ്ടാവും. പ്രയോറൈസ് ചെയ്യാത്തവർക്ക് ഒന്നിനും സമയം കിട്ടും. അപ്പൊ പ്രയോറൈസ് ചെയ്യേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അതിന് കൃഷ്ണന്റെ ഉപദേശം സ്വീകരിക്കണം, ഭഗവത്ഗീത ഡെയിലി വായിക്കും. അപ്പൊ നമുക്ക് ബാലൻസ് ചെയ്യാനുള്ള കഴിവും ബുദ്ധിയും എല്ലാം കിട്ടും. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ്സുകാർ ബന്ധപ്പെട്ട് ചോദിച്ചു. ഹരേ കൃഷ്ണ. ആ ആ ആ ഭഗവത്ഗീതയിൽ അങ്ങനെ പറയുന്നില്ല. മാംസഭോജികളായ പൂജാരികൾ വരുമോ കലിയുഗത്തിൽ എന്ന് ഭഗവത്ഗീതയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ ശ്രീമദ് ഭാഗവതത്തില് 12ാമത്തെ കാൻഡോയില് നമ്മുടെ മൂല്യച്യുതി, കലിയുഗത്തിൽ ഉണ്ടാകുന്ന മൂല്യച്യുതിയെ കുറിച്ച് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയും. ശ്രീമദ് ഭാഗവതം 12ാമത്തെ സ്കന്ധം, അതിൽ കലിയുഗ വർണ്ണന എന്നുള്ള ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അതേപോലെ 5th കാൻഡോ ശ്രീമദ് ഭാഗവതവും ഇന്ന് നടക്കുന്ന നഗ്ന സത്യങ്ങളെ കുറിച്ച് പറയും. ശ്ലോക നമ്പരൊക്കെ അടുത്ത പ്രാവശ്യം ഞാൻ പറയാം. അപ്പൊ കാൻഡോ സ്കന്ധം മൊത്തം ഞാൻ പറയാം. 12ാമത്തെ സ്കന്ധത്തില് കലിയുഗ വർണ്ണന ഉണ്ട്, കലിയുഗത്തിനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിലെ 5th കാൻഡോയില് ഈ ഭൗതിക ലോകത്തിനെ കുറിച്ച് പറയുന്നു, 5th കാൻഡോ. അപ്പൊ ശ്ലോകം മറ്റു കാര്യങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ വ്യക്തമായി സ്പെസിഫിക് ആയിട്ട് പറയാം. ഓക്കെ, ശരി, വളരെ താങ്ക് യു. അപ്പൊ എല്ലാവരും നാമം ജപിക്കുന്നവരാവണം. ജപിക്കുന്നുണ്ടോ നിങ്ങൾ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് ഡെയിലി ജപിക്കുക. ആർക്കൊക്കെ മാലയുണ്ടോ? ആർക്കൊക്കെ മാലയില്ല? ഇവിടെ ക്ലാസ്സിൽ കഴിഞ്ഞ ഒരു മാല ജപിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. അത് അടുത്ത പ്രാവശ്യം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെരി ഗുഡ് ഐഡിയ. മാഡത്തിന്റെ പേര്? സിനി മാഡത്തിന്റെ എനിക്കറിയാം, അല്ല ആളെ എനിക്കറിയാം. സജഷൻ, വെരി ഗുഡ് സജഷൻ. ഇതാണ് നമ്മുടെ ഈ ക്ലാസ് വിജയിച്ചതിന്റെ സക്സസിന്റെ റിസൾട്ട് ആണ് മാഡം ഇപ്പൊ പറഞ്ഞത് കേട്ടോ. എന്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ ചെയ്യണം. പക്ഷെ ആദ്യമേ പറഞ്ഞ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുകൊണ്ടാണ് ഞാൻ പറയാത്തത്.
നിങ്ങളായിട്ട് പറഞ്ഞത് സന്തോഷം. അടുത്ത പ്രാവശ്യം മുതൽ നിങ്ങൾ എല്ലാവരും മാല കൊണ്ടുവരിക. ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഒരു മാല ജപിച്ചിട്ടായിരിക്കും നമ്മൾ തിരിക്കും. ഓക്കെ. അതേപോലെ നിങ്ങൾക്ക് ഒരു സർവീസ് കൂടെ ഞാൻ തരുന്നു. നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് മേടിച്ചോണ്ട് വരണം. ഇല്ലെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് വരേണ്ടി വരും. അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി ഒരു ഫണ്ട് കണ്ടെത്തി. അതെ, അതാ. അപ്പോ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് തുളസി ഇലയും കൂടെ കൊണ്ടുവരണം. എന്നിട്ട് നമ്മളിവിടെ ഗോവർദ്ധന പർവ്വതത്തിൽ കയറിയിരിക്കുന്ന ഭഗവാനെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ ഇരുത്തി അവിടെ നിവേദിക്കാം. നിവേദിച്ച് ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ചെറിയൊരു പ്രസാദം കൊടുക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കണം. ഇപ്പൊ പാചകം ചെയ്യാത്ത പ്രസാദമാണ് നമ്മളിപ്പോ ഭഗവാൻ നിവേദിക്കേണ്ടത്. നിങ്ങൾ നാളെ വെജിറ്റേറിയൻ ആയതിനു ശേഷം നിങ്ങളെല്ലാം ഭഗവാന് വേണ്ടി വീട്ടിൽ നിന്ന് പ്രസാദം ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇവിടെ വിതരണം. ഇപ്പൊ നോൺ വെജ് നിങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ പാചകം ചെയ്യുന്ന ഭക്ഷണം ഇവിടെ ആർക്കും കൊടുക്കണ്ട എന്ന് ഞാൻ പറയും. നിങ്ങൾ വെജിറ്റേറിയൻ ആയതിനു ശേഷം നിങ്ങൾ പാചകം ചെയ്ത് നല്ല രുചിയോടെ ഭഗവാൻ നിവേദിച്ച് ആ പ്രസാദം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാനുള്ള ഒരു കാലം ഭാവിയിൽ ഇവിടെ ഉണ്ടാവും. കേട്ടോ? ശരി. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ക്ലാസ് വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ട്? നമ്മൾ ക്ലാസ് മിസ്സാക്കാതെ നടത്തണം. 1 മണിക്കൂർ ക്ലാസ് അല്ലേ സാറേ? വന്നിട്ട് പോട്ടെ. വൈകുന്നേരം ഇലക്ഷൻ ആയതുകൊണ്ട് രാവിലത്തെ വാദം ക്ലാസ് മാറ്റി വയ്ക്കേണ്ട ആവശ്യമുണ്ട്. 1 മണിക്കൂറിന്റെ കാര്യമല്ലേ? വോട്ട് സാറേ, വോട്ട് എല്ലാവരും വന്ന് ഇടാൻ വേണ്ടി നമുക്ക് സംവിധാനം ചെയ്യാം. വാദം ക്ലാസ് നടക്കട്ടെ. കാരണമേ ഗ്യാപ്പായി പോയാലേ ഒരുപാട് ഗ്യാപ്പായി. 1 മണിക്കൂർ സന്തോഷമല്ലേ? ഞാനും ഹാപ്പിയാണ്. അതുകൊണ്ടാണ്. അപ്പോഴേ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ പറയാം. 9 വെക്കാമോ? അടുത്ത ആഴ്ച 9:30 മുതൽ 10:30 വരെ വയ്ക്കാം. കേട്ടോ? അതെ. ഇത് ഈ അറ്റൻഡൻസ് എടുത്തായിരുന്നു മാഡം. മാഡം ഒരു ഫോട്ടോ എടുക്കും. ഫോറം തികഞ്ഞൊരു ഫോട്ടോ എടുക്കും. സെൽഫി എടുത്ത് അല്ലാതെ എടുത്തോളൂ. കേട്ടോ? ശരി. അപ്പോഴേ ഭാഗവതം ക്ലാസ് ഭഗവത്ഗീത ക്ലാസ് എല്ലാ ആഴ്ചയും നമുക്ക് മിനിമം 1 നടത്തണം. അതിൽ കുറയാതെ നോക്കണം. പിന്നെ ഈ ഓൺലൈൻ ഭഗവത്ഗീത ക്ലാസ് ഭാഗവതം ക്ലാസ്സിൽ ആരൊക്കെ വരുന്നുണ്ട്? എല്ലാ ദിവസവും നിങ്ങൾ ഏത് പേരിലാണ് കയറുന്നത്? എല്ലാ ദിവസവും വരുന്നുണ്ടോ? പേരെന്താ? അനില എന്നുള്ള പേരിലും ഉണ്ട്. മനസ്സിലായി. ഇറ്റ്സ് ഓക്കെ. അപ്പൊ എല്ലാ ദിവസവും വരുന്നുണ്ടല്ലോ മാഡം? എല്ലാ ദിവസവും വരുന്നുണ്ടല്ലോ. ഞാൻ ചെക്ക് ചെയ്യാം. നിങ്ങൾക്കും സമയം ഉണ്ടെങ്കിൽ കയറാം. എന്ത് ജോലിയുടെ ഇടയിലും ഒരു മണിക്കൂറിന്റെ ഭാഗം ക്ലാസ് കേൾക്കാം. ഫോണാക്കി വെച്ചിട്ട് പറ്റുമെങ്കിൽ കേൾക്കുക. ഇല്ലെങ്കിൽ കയറുന്ന ശീലം ഉണ്ടാക്കുക. കുറെ കഴിയുമ്പോൾ അങ്ങ് കേൾക്കാൻ തുടങ്ങും. അവിടെ ഇവിടെ വിട്ടാലും കുറെയൊക്കെ അങ്ങ് കേൾക്കാം. സാറിന് കയറി കയറണം. ചൈതന്യ ചരിതാമൃതം കുറച്ചുകൂടി ഹൈ ക്ലാസ് ആണ്. 30 പേരൊക്കെ വരും. രാവിലെ 8 മുതൽ 9 മണി വരെയും വൈകുന്നേരം അല്ലല്ല, അത് ചൈതന്യ ചരിതാമൃതം അത് 5 മുതൽ 6 മണി വരെ. നിങ്ങൾക്ക് രണ്ടിനും നിങ്ങൾക്ക് കയറാവുന്നതാണ്. ചൈതന്യ ചരിതാമൃതം കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആണ്. ഭാഗവതം കുറച്ചുകൂടി ലിബറലാണ്. നമുക്ക് കുറച്ച് മനസ്സിലാവും. നിങ്ങൾക്ക് രണ്ടിനും കയറാം, കുഴപ്പമില്ല. അപ്പൊ കയറുന്നൊരു ശീലം ഉണ്ടാകും. കാരണം നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. നിങ്ങൾ കണക്ക് നോക്കുമ്പോൾ കുറച്ച് സമയം നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. അതുകൊണ്ട് ആ സമയം നമ്മൾ കൂടുതൽ ഭാഗവതത്തിന് വേണ്ടി കേൾക്കാൻ വേണ്ടി ശ്രവണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നോക്കാം. താങ്കൾ ഒരു സെൽഫിയും കൂടെ എടുത്തോളൂ. കേട്ടോ? ശരി. വളരെ സന്തോഷം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഹരികൃഷ്ണ മാത്രം ജപിക്കണം. സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ആൾക്കാർ ആരുണ്ട്? ഒരു മാല ജപിക്കുന്നതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവർ? ഓക്കെ. അടുത്തൊരു ഫെസ്റ്റിവലിന് ഞങ്ങൾ തരുന്നത്. അപ്പൊ നിങ്ങളുടെ പേരൊന്ന് എഴുതാം. അറ്റൻഡൻസ് രജിസ്റ്റർ പെൻഡിങ്ങുകളെല്ലാം തീർത്ത് അപ്ഡേറ്റ് ആണ്. ഓക്കെ. അപ്പൊ അടുത്ത ആഴ്ച നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? ഒന്ന് ഒരു മാല ഹരികൃഷ്ണ മാത്രം ക്ലാസ്സിനെ ജപിക്കുന്നു. എല്ലാവരും കൊണ്ടുവരൂ. മാല ഇല്ലാത്തവർക്ക് അന്ന് തരുന്നതാണ്. മാല തരുന്നതാണ്. ഇപ്പൊ തൽക്കാലം ഈ മാല വെച്ച് ജപിക്കുക. ഞാൻ മന്ത്രം പറഞ്ഞുതരാം. അടുത്ത ആഴ്ച വരുമ്പോൾ വലിയ മാല കൊണ്ടുവരും. 2 നമ്മൾ പ്രസാദം ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. പ്രസാദം ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. അതേപോലെ ഭഗവത്ഗീത അല്ലാതെ ഇതുപോലത്തെ കൊച്ചു കൊച്ചു പുസ്തകങ്ങളുണ്ട്. നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു പുസ്തകം വായനയ്ക്ക് കൈവശം ഉണ്ടായിരുന്നു. ആരുടെയിലൊക്കെ ഉണ്ട് ഇതേപോലത്തെ ചെറിയ പുസ്തകം? ഇപ്പൊ കയ്യിലുള്ളവർ ഉള്ളവർ ഇല്ലാത്തവർ കൊടുക്കുക. ഇല്ലാത്തവർ എന്റെ എന്ന് ചോദിച്ചാൽ ഞാൻ തരാം. വായനാശീലം മസ്റ്റാണ്. ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയണം. 4-5 പുസ്തകം വായിച്ചു തീർക്കും. ഓക്കെ. അപ്പൊ ബെസ്റ്റ് വിഷ്. എല്ലാ സഭയും ഹരേ